ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. PWD ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലാസ്റ്റ് ഇയർ സിലബസിലെ ഒരു പർട്ടിക്കുലർ പോർഷനാണ് കൺട്രോൾ സിസ്റ്റം. കൺട്രോൾ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത്തരം കൺട്രോൾ സിസ്റ്റത്തിലെ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ച കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൺട്രോൾ സിസ്റ്റത്തിൽ സിലബസിൽ ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻസ് ഇതൊക്കെയാണ്. ഫസ്റ്റ്, ടൈം ഡൊമൈൻ അനാലിസിസിന് മുന്നേ ഒരു കൺട്രോൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് ടോപ്പോളജി. ആ ഫീഡ്ബാക്ക് ടോപ്പോളജിയിൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് എന്ത് ഡിഫറൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഫീഡ്ബാക്ക് ടോപ്പോളജിയിൽ ആ കൺട്രോൾ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്തായിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ. അതിനുശേഷമാണ് ടൈം ഡൊമൈൻ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈം ഡൊമൈൻ അനാലിസിസ് കഴിഞ്ഞിട്ട് ഒരു കൺട്രോൾ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി ഫൈൻഡ് ചെയ്യാനുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈം ഡൊമൈൻ ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ്. അതിനുശേഷമാണ് ലാസ്റ്റ് സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് കൺട്രോൾ സിസ്റ്റത്തിൽ ആഡ് ചെയ്തിട്ടുള്ള പോർഷൻസ്. നോർമലി മിക്കവാറും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും കൺട്രോൾ സിസ്റ്റത്തിൽ ആഡ് ചെയ്യുന്ന സിലബസ് ഇത്രയാണ്. ഓക്കെ, അന്നേരം കൺട്രോൾ സിസ്റ്റത്തിൽ വരുന്ന ഒരു പർട്ടിക്കുലർ പോർഷനാണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ. അന്നേരം സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്താണ്? ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിൽ ഒരു സിസ്റ്റം സ്റ്റഡി സ്റ്റേറ്റിൽ എന്ത് എറർ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊരു കൺട്രോൾ സിസ്റ്റം എടുത്താലും, ഇപ്പം സ്റ്റഡി സ്റ്റേറ്റ് എററിലോട്ട് പോകുന്നതിന് മുന്നേ ഏതൊരു കൺട്രോൾ സിസ്റ്റം എടുത്താലും അതിന്റെ അനാലിസിസും അതുപോലെ അതിന്റെ ഡിസൈനും, കൺട്രോൾ സിസ്റ്റത്തിന്റെ അനാലിസിസും അതിന്റെ ഡിസൈനും ബേസ്ഡ് ഓൺ 3 സ്പെസിഫിക്കേഷൻസ് ആണ്. ഫസ്റ്റ് സ്പെസിഫിക്കേഷൻ ആണ് അതിന്റെ ട്രാൻസിയന്റ് റെസ്പോൺസ്. സെക്കൻഡ് സ്പെസിഫിക്കേഷൻ ആണ് അതിന്റെ സ്റ്റെബിലിറ്റി. ഇത് കൺട്രോൾ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി ആണ് സെക്കൻഡ് സ്പെസിഫിക്കേഷൻ. മൂന്നാമത്തെ സ്പെസിഫിക്കേഷൻ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റഡി സ്റ്റേറ്റ് എറർ. അന്നേരം ഈ 3 സ്പെസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കൺട്രോൾ സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യുന്നതും അതോടൊപ്പം ആ അനാലിസിസ് വഴി ആ കൺട്രോൾ സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യുന്നതും. ഓക്കെ, ട്രാൻസിയന്റ് റെസ്പോൺസ് ഓൾറെഡി നമുക്കറിയാം. ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്താൽ, ഒരു ടൈം വേരിയിങ് ഇൻപുട്ട് കൊടുത്താല് ആ ഇൻപുട്ടിനനുസരിച്ച് അതിന്റെ ഔട്ട്പുട്ട്, നോർമലി കൺട്രോൾ സിസ്റ്റത്തിലെ ഔട്ട്പുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് CT എന്നാണ്. ഇൻസ്റ്റെഡ് ഓഫ് YT, കൺട്രോൾ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ടിനെ നോർമലി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? CT വെച്ചിട്ടായിരിക്കും. ദെർഫോർ ടൈമിനനുസരിച്ച് അതിന്റെ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നത് ഈ ഒരു ഫാഷനിലായിരിക്കും. ഒരു പർട്ടിക്കുലർ ടൈം വരെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, ടൈമിനനുസരിച്ച് യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വേരി ചെയ്യുന്നു. അതിനുശേഷം ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, സാച്ചുറേറ്റ് ചെയ്യുന്നു. അന്നേരം ഇവിടെ നോക്കിയാൽ ഈ പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഔട്ട്പുട്ട് ഓൾമോസ്റ്റ് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ആ സ്റ്റേറ്റിനെ നമുക്ക് പറയാം സ്റ്റഡി സ്റ്റേറ്റ്. എന്തെന്ന് പറയാം? സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് ദ കൺട്രോൾ സിസ്റ്റം എന്താണ്, സ്റ്റേബിൾ ആണ്. ആ സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഒരു കൺട്രോൾ സിസ്റ്റത്തിൽ ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് കൊടുക്കുമ്പം അത് സ്റ്റഡി സ്റ്റേറ്റിന് എത്തുന്നതിന് മുന്നേ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലൂടെ ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ സ്റ്റേറ്റിലായിരിക്കും ആ കൺട്രോൾ സിസ്റ്റത്തിന്റെ വേരിയബിൾസ് അല്ലെങ്കിൽ ആ കൺട്രോൾ സിസ്റ്റത്തിന്റെ പ്രോസസ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. ഒരു കൺട്രോൾ സിസ്റ്റം എടുത്താൽ അതിനകത്ത് ഡിഫറെന്റ് കോമ്പണൻസ് ഉണ്ട്. അതിന്റെ മെയിൻ കോമ്പണന്റ് ആണ് എന്ത്, പ്രോസസ് ഓഫ് ദ കൺട്രോൾ സിസ്റ്റം. ദെർഫോർ ഈ പർട്ടിക്കുലർ റേഞ്ച് ഓഫ് പീരീഡില് അതിന്റെ വേരിയബിൾസ് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ആ പർട്ടിക്കുലർ സ്റ്റേറ്റിന് നമുക്ക് എന്തെന്ന് പറയാം, ട്രാൻസിയന്റ് സ്റ്റേറ്റ് എന്ന് പറയാം. ആ ട്രാൻസിയന്റ് സ്റ്റേറ്റിലെ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ടിനെ നമുക്ക് എന്തെന്ന് പറയാം, ട്രാൻസിയന്റ് റെസ്പോൺസ് എന്ന് പറയാം. റെസ്പോൺസ് നമുക്കറിയാം, ഒരു സിസ്റ്റത്തില് ഒരു ഇൻപുട്ട് കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ടിനെ പറയുന്ന പേരാണ് എന്ത്, റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അന്നേരം ഈ പർട്ടിക്കുലർ റേഞ്ച് ഓഫ് പീരീഡില് അതിന്റെ ചേഞ്ച് എന്തായിരിക്കും, ട്രാൻസിയന്റ് ചേഞ്ച് ആയിരിക്കും, സഡൻ ചേഞ്ച് ആയിരിക്കും.
Therefore, ആ സ്റ്റേറ്റിലുള്ള റെസ്പോൺസിനെ നമുക്ക് എന്തെന്ന് പറയാം? ട്രാൻസിയന്റ് റെസ്പോൺസ് എന്ന് പറയാം. ആ ട്രാൻസിയന്റ് റെസ്പോൺസ് ആണ് ഒരു കൺട്രോൾ സിസ്റ്റത്തിന്റെ അനാലിസിസിലും ഡിസൈനിലും വരുന്ന ഫസ്റ്റ് സ്പെസിഫിക്കേഷൻ. രണ്ടാമത്തെ സ്പെസിഫിക്കേഷൻ ആണ് അതിന്റെ സ്റ്റെബിലിറ്റി. ഓക്കെ, രണ്ടാമത്തെ സ്പെസിഫിക്കേഷൻ എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് കൺട്രോൾ സിസ്റ്റം ആണ്. ഒരു കൺട്രോൾ സിസ്റ്റം സ്റ്റേബിൾ ആണെങ്കിൽ ഒരു ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം? ബൗണ്ടഡ് ആയിരിക്കണം. ഓക്കെ, ഏതൊരു സിസ്റ്റം എടുത്താലും ഒരു ബൗണ്ടഡ് ഇൻപുട്ടിന് ആ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ആ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാം. ഇപ്പം നോർമൽ കേസിൽ കൺട്രോൾ സിസ്റ്റം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ പർട്ടിക്കുലർ ടോപ്പിക്കിൽ അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഫുൾ സിലബസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് കൺട്രോൾ സിസ്റ്റം ഒരു ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം LTI സിസ്റ്റം ആണെന്നും, അതുപോലെ കൺട്രോൾ സിസ്റ്റം ഡൈനാമിക് സിസ്റ്റം ആണെന്നും, മെമ്മറി ഉള്ള സിസ്റ്റം ആണെന്നും, അതുപോലെ കൺട്രോൾ സിസ്റ്റം ഒരു കോസൽ സിസ്റ്റം ആണെന്നുമാണ് അസ്യൂം ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ എന്തും കൂടെ അസ്യൂം ചെയ്യും? കൺട്രോൾ സിസ്റ്റം സ്റ്റേബിൾ ആണ് കൂടെ അസ്യൂം ചെയ്യും. ഓക്കെ, അതിന് ഫോർ എ ലീനിയർ ടൈം ഇൻവേരിയന്റ് ഡൈനാമിക് ആൻഡ് കോസൽ സിസ്റ്റം ഒരു ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്താൽ ആ സിസ്റ്റത്തിന് ഒരു ബൗണ്ടഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ആ സിസ്റ്റം ഒരു സ്റ്റേബിൾ സിസ്റ്റം ആണെന്ന് പറയാം. അന്നേരം സ്റ്റേബിൾ സിസ്റ്റം ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഫെയ്ത്ത്ഫുൾ ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് രണ്ടാമത്തെ സ്പെസിഫിക്കേഷൻ ആണ് സ്റ്റെബിലിറ്റി. മൂന്നാമത്തെ സ്പെസിഫിക്കേഷൻ ആണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കൺട്രോൾ സിസ്റ്റത്തില് നമ്മളൊരു കമാൻഡ് നോർമലി ഇൻപുട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. അത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാം. ഇപ്പം നോർമലി ഒരു ഓട്ടോമേഷൻ സിസ്റ്റത്തില് മെഷീൻസിനെ കൺട്രോൾ ചെയ്യാൻ ഡയറക്ട്ലി ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി മോഡേൺ ടെക്നോളജിയിൽ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പ്രയോജനം ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ട് ഇൻപുട്ട് കൊടുക്കുന്നതാണ്. ദർഫോർ കമാൻഡ്സ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പം അതിന്റെ ഔട്ട്പുട്ടിനെ എന്തുമാത്രം ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ട്രാക്കിംഗ് എബിലിറ്റി ഓഫ് കൺട്രോൾ സിസ്റ്റം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സ്റ്റഡി സ്റ്റേറ്റ് എറർ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു റെഫറൻസ് ഇൻപുട്ട് കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് ആ റെഫറൻസ് ഇൻപുട്ടിനെ എത്രമാത്രം ഫോളോ ചെയ്യും. എത്രമാത്രം ഫോളോ ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാം? സ്റ്റഡി സ്റ്റേറ്റ് എറർ യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാം. സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾ സിസ്റ്റത്തിന്റെ സ്റ്റഡി സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ടൈം ഗോസ് ടു വെരി ലാർജ് വാല്യൂല് അതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ്. ആ ഡിഫറൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയാം. ഒരു കൺട്രോൾ സിസ്റ്റം എടുത്താൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിസ്റ്റം എടുത്താൽ ഇതിന്റെ ഇൻപുട്ടിനെ നമുക്ക് R(t) എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഔട്ട്പുട്ടിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? C(t) എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഒരു കൺട്രോൾ സിസ്റ്റത്തിനെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നോർമലി ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിനേക്കാളും ഫീഡ്ബാക്ക് ഇല്ലാത്ത സിസ്റ്റത്തിനേക്കാളും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാറുണ്ട്? ഒരു ഫീഡ്ബാക്ക് ടോപ്പോളജി അപ്ലൈ ചെയ്യാറുണ്ട്. ആ ഫീഡ്ബാക്ക് മെക്കാനിസം വഴി നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ടിനെ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും. ദർഫോർ ഇൻപുട്ട് R(t) ഔട്ട്പുട്ട് C(t) ആണെങ്കിൽ നമുക്ക് പറയാം എറർ ഓഫ് ദ സിസ്റ്റം എന്തായിരിക്കും? ദ റെഫറൻസ് ഇൻപുട്ട് R(t) മൈനസ് ദ ഒബ്റ്റൈൻഡ് ഔട്ട്പുട്ട് C(t) ആയിരിക്കും. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? എറർ എന്ന് പറയാം. ആ എററിനെ ടൈം വേരിയിങ് ആണെങ്കിൽ എനിക്ക് E(t) എന്ന് റെപ്രസെന്റ് ചെയ്യാം. ആ E(t)യുടെ വാല്യൂ അല്ലെങ്കിൽ എറർ ഓഫ് ദ സിസ്റ്റം വെൻ ടൈം ഗോസ് ടു ഇൻഫിനിറ്റിയെ നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയാം. അന്നേരം ഈ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നെക്സ്റ്റ് സ്ലൈഡ്സിൽ പറയാം. അന്നേരം ഡിഫറെന്റ് ടൈപ്പ് സിസ്റ്റത്തില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെഫറൻസ് ഇൻപുട്ട് കൊടുത്താൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? ആ സ്റ്റഡി സ്റ്റേറ്റ് എറർ യൂണിറ്റി ആണോ, അല്ലെങ്കിൽ 0 ആണോ, ഇൻഫിനിറ്റി ആണോ, അല്ലെങ്കിൽ ആ സ്റ്റഡി സ്റ്റേറ്റ് എററിന്റെ പ്രത്യേകത എന്താണ്? അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അന്നേരം ഫണ്ടമെന്റൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? It is the difference between the reference input and the obtained output when the time goes to infinity ആണ്. വെരി ലാർജ് വാല്യൂ ഓഫ് ടൈമില് അതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റില് ട്രാൻസിയന്റ് സ്റ്റേറ്റ് കഴിഞ്ഞ സ്റ്റഡി സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുമ്പം ഇൻപുട്ടും
അതിന്റെ റെഫറൻസ് ഇൻപുട്ടും അതിന്റെ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഓർത്തിരിക്കുക, മോസ്റ്റ് ഓഫ് ദ കേസിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ റെഫറൻസ് ഇൻപുട്ട് ആണ്. ഇപ്പൊ ഒരു സിസ്റ്റം എടുത്താൽ ആ സിസ്റ്റം മേ ബി ആംപ്ലിഫയർ ആയിരിക്കാം, അല്ലെങ്കിൽ അറ്റുനേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഓസിലേറ്റർ ആയിരിക്കാം. എന്നാൽ ആ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞൂടെങ്കിൽ ഒരു അൺനോൺ ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദർഫോർ ഒരു അൺനോൺ സിസ്റ്റം ഉണ്ടെങ്കിൽ നോർമലി ആ സിസ്റ്റത്തിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന എന്തായിരിക്കും? നോൺ ആയിട്ടുള്ള റെഫറൻസ് ഇൻപുട്സ് ആയിരിക്കും. നോർമലി കൊടുക്കുന്ന നോൺ റെഫറൻസ് ഇൻപുട്സ് ആണ് സ്റ്റെപ്പ് സിഗ്നൽ അല്ലെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. വെറും സ്റ്റെപ്പ് സിഗ്നൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ കൊടുക്കാം. നമുക്കറിയാം യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? യു ഓഫ് ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഒന്നുകിൽ സ്റ്റെപ്പ് സിഗ്നൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റാം സിഗ്നൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാം. റാം സിഗ്നലിനെ നോർമലി ആർ ഓഫ് ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പരാബോളിക് ഇൻപുട്ട് കൊടുക്കാം. ഈ 3 റെഫറൻസ് ഇൻപുട്ട് ആണ് നോർമലി ഒരു അൺനോൺ സിസ്റ്റത്തിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അത്ര ഈ 3 ഇൻപുട്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ഫൈൻഡ് ചെയ്യുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിയാല് ഇതൊരു ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സ്റ്റാൻഡേർഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം ആണ്. ഇവിടെ നോക്ക്, ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആർ ഓഫ് ടി ആണ്. കണ്ടിന്യൂസ് ടൈമില് ഇൻപുട്ടിനെ ആർ ഓഫ് ടി എന്ന് റെപ്രസെന്റ് ചെയ്താൽ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യും. ദർഫോർ ആർ ഓഫ് എസ് ഇൻപുട്ട് കൊടുത്തു, ജി ഓഫ് എസ് ആണ് സിസ്റ്റത്തിന്റെ ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതിന്റെ ഗെയിന്റെ എന്താണ്? ടൈം ഡൊമൈൻ ഗെയിന്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ജി ഓഫ് എസ് ആണെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്ത് ഒരു സി ഓഫ് എസ് ഔട്ട്പുട്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സി ഓഫ് എസിനെ ഇൻപുട്ടിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കില് ഒരു ഗെയിനും കാണിച്ചിരിക്കുന്നില്ല. ദർഫോർ ഫീഡ്ബാക്ക് പാത്തിന്റെ ഗെയിൻ എന്തായിരിക്കും? 1 ആയിരിക്കും. ദർഫോർ ആ ഗെയിൻ നമുക്ക് എന്തെന്ന് പറയാം? യൂണിറ്റി ഫീഡ്ബാക്ക് ഗെയിൻ, അല്ലെങ്കിൽ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയാം. എന്നാൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് യൂണിറ്റി ഫീഡ്ബാക്ക് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇ ഓഫ് എസ് എന്ന് കാണിച്ചിരിക്കുന്നത് ആക്ച്വലി എന്താണ്? എറർ സിഗ്നലിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മുടെ ഇൻപുട്ട് ആർ ഓഫ് ടിയും ഔട്ട്പുട്ട് സി ഓഫ് ടി ആണെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിന് എന്തെന്ന് പറഞ്ഞു? എറർ സിഗ്നൽ ഇ ഓഫ് ടി എന്ന് പറഞ്ഞു. ഇ ഓഫ് ടി എന്താണ്? ആർ ഓഫ് ടി മൈനസ് സി ഓഫ് ടി ആണ്. ഇതിന്റെ കറസ്പോണ്ടിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ത് ഉപയും? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഒബേ ചെയ്യും. ദർഫോർ ഇൻപുട്ടിന്റെ സൂപ്പർ പൊസിഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈക്വൽ ടു എന്തായിരിക്കും? ഓരോ ഇൻപുട്ടിന്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ സം ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറൻസ് ആയിരിക്കും. ദർഫോർ ഇ ഓഫ് ടിയുടെ കറസ്പോണ്ടിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ ഓഫ് എസ് ആണെങ്കിൽ ഇ ഓഫ് എസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയാം. എന്നാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇ ഓഫ് എസ് ഈക്വൽ ടു ആക്ച്വലി എന്താണ്? എറർ സിഗ്നൽ ആണ്, അല്ലെങ്കിൽ എറർ സിഗ്നലിന്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, ഇവിടെ നോക്ക്, എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇ ഓഫ് എസ് ഈക്വൽ ടു എന്താണ്? ആർ ഓഫ് എസ് മൈനസ് സി ഓഫ് എസ് ആണ്. വീണ്ടും നോക്കിയാല് ഇവിടെ ഇ ഓഫ് എസ് ആണ് ഈ ജി ഓഫ് എസിന്റെ ഡയറക്റ്റ് ഇൻപുട്ട്. ദിയർഫോർ ഒരു ഇൻപുട്ട് ഡയറക്ട്ലി ഒരു ഗെയിൻ സിസ്റ്റത്തിൽ കൊടുത്താൽ ഔട്ട്പുട്ട് ഈക്വൽ ടു എന്തായിരിക്കും? ഔട്ട്പുട്ട് ഈക്വൽ ടു ഇൻപുട്ട് മൾട്ടിപ്ലൈഡ് വിത്ത് ഗെയിൻ ആയിരിക്കും. ദിയർഫോർ ഈ പർട്ടിക്കുലർ പോയിന്റിൽ വരുന്ന ഔട്ട്പുട്ട് ഈക്വൽ ടു എന്തായിരിക്കും? ഇ ഓഫ് എസ് മൾട്ടിപ്ലൈഡ് വിത്ത് ജി ഓഫ് എസ് ആയിരിക്കും. ദിയർഫോർ നമുക്ക് പറയാം സി ഓഫ് എസ് ഈക്വൽ ടു എന്തായിരിക്കും? സി ഓഫ് എസ് ഈക്വൽ ടു ഇ ഓഫ് എസ് മൾട്ടിപ്ലൈഡ് വിത്ത് ജി ഓഫ് എസ് ആയിരിക്കും. ദർഫോർ എറർ സിഗ്നലിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്യാം. ഇ ഓഫ് എസ് ഈക്വൽ ടു എന്തായിരിക്കും? ആർ ഓഫ് എസ് മൈനസ് സി ഓഫ് എസിന് പകരം എന്ത് കൊടുക്കാം? മൈനസ് ഇ ഓഫ് എസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഗെയിൻ ആയിരിക്കും. ഇത് റൈറ്റ് സൈഡിൽ പോയാൽ എന്തായിട്ട് മാറും? ഇ ഓഫ് എസ് കോമൺ എടുക്കാം നമുക്ക്. ഇ ഓഫ് എസ് മൾട്ടിപ്ലൈഡ് വിത്ത് 1 പ്ലസ് ജി ഓഫ് എസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? ഈക്വൽ ടു
ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആയിട്ട് മാറും. ദെയർഫോർ ഇ ഓഫ് എസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? ഇ ഓഫ് എസ് ഈക്വൽ ടു ആർ ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ആയിട്ട് മാറും. ഇവിടെ നോക്കി ഇതെന്താണ്? എറർ സിഗ്നലിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് എറർ സിഗ്നൽ ഇൻ ടൈം ഡൊമൈൻ വെൻ ടി ഗോസ് ടു ഇൻഫിനിറ്റി ആണ്. അല്ലെങ്കിൽ എന്താണ്? സ്റ്റഡി സ്റ്റേറ്റിലുള്ള എറർ ആണ് നമുക്ക് വേണ്ടത്. Therefore നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? വെൻ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇ ഓഫ് ടി? ഇവിടെ ഫൈനൽ വാല്യൂ തീറോ അപ്ലൈ ചെയ്താൽ, ഫൈനൽ വാല്യൂ തീറോ നമുക്കറിയാം. വെൻ ടി ഗോസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഫ്രീക്വൻസി ഗോസ് ടു എന്തായിട്ട് മാറും? ഫ്രീക്വൻസി ഗോസ് ടു സീറോ ആയിട്ട് മാറും. എസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? കോംപ്ലക്സ് അനലോഗ് ഫ്രീക്വൻസി ആണ്. സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്. ടൈം ടൈം ടെൻസ് ടു ഇൻഫിനിറ്റി ആല്, അല്ലെങ്കിൽ ടൈം ഡൊമൈനിൽ ഒരു സിഗ്നൽ എക്സ്പാൻഡ് ചെയ്താൽ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ എന്തായിട്ട് മാറും? സിഗ്നല് കംപ്രസ്ഡ് ആയിട്ട് മാറും. അല്ലെങ്കിൽ നമുക്കറിയാം ടൈം ഫ്രീക്വൻസി എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദെയർഫോർ ടൈം ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഫൈനൽ വാല്യൂ തീറം അപ്ലൈ ചെയ്താല് അതെന്തായിട്ട് മാറും? കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനില് ലിമിറ്റ് എസ് ടെൻസ് സീറോ, എസ് മൾട്ടിപ്ലൈഡ് എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിട്ട് മാറും. ജസ്റ്റ് ഫൈനൽ വാല്യൂ തീറോ അപ്ലൈ ചെയ്തതാണ്. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം. എന്താണെന്ന് പറയാം? ലിമിറ്റ് എസ് ടെൻസ് ടു സീറോ, എസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഓൾറെഡി ഇ ഓഫ് എസിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തു. എന്താണ്? ആർ ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ആണ്. ഓക്കെ, അന്നേരം ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓഫ് എ സിസ്റ്റം ഇ ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ലിമിറ്റ് എസ് ടെൻസ് സീറോ, എസ് ഇൻറ്റു ആർ ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ്. ഓക്കെ, നോർമലി ഒരു സിസ്റ്റത്തില് ടൈം ടെൻസ് ടു ഇൻഫിനിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം എന്താണ്? ഫ്രീക്വൻസി ടെൻസ് ടു സീറോയിലെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ്. Therefore, സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? ഫൈനൽ വാല്യൂ തീറോ അപ്ലൈ ചെയ്യും. വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ലിമിറ്റ് എസ് ടെൻസ് സീറോ, എസ് ഇൻറ്റു ഇൻപുട്ടിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, സ്റ്റഡി സ്റ്റേറ്റ് എറർ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ഓൺലി വെൻ ദ ഫീഡ്ബാക്ക് ഈസ് എന്തായിരിക്കണം? യൂണിറ്റി ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ മാത്രമാണ് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് എറർ. ഒരു നോൺ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം, ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഗെയിൻ എച്ച് ഓഫ് എസ് ആണെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല? ഇ ഓഫ് എസ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഫീഡ്ബാക്ക് സിസ്റ്റത്തിന് ഒരു ഗെയിൻ ഉണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സിസ്റ്റത്തിന് ഒരു ഗെയിൻ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഔട്ട്പുട്ട് ഈക്വൽ ടു എന്തായിരിക്കും? ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു ആർ ഓഫ് എസ് മൈനസ് എച്ച് ഓഫ് എസ് മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിരിക്കും? സി എഫ് എസ് ആയിരിക്കും. അതെന്തല്ല, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അല്ല. ഔട്ട്പുട്ടിന്റെ കൂടെ എന്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്? ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഗെയിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. Therefore, നോൺ യൂണിറ്റി ഫീഡ്ബാക്ക് ആണെങ്കിൽ ഇവിടെ വരുന്ന സിഗ്നലിനെ ഒരിക്കലും എറർ സിഗ്നൽ എന്ന് പറയില്ല. അതിന് എന്തെന്ന് പറയും? ആക്ച്വേറ്റിംഗ് സിഗ്നൽ എന്ന് പറയും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഗെയിൻ ഈസ് നോൺ യൂണിറ്റി, then the difference between input and output is known as എന്താണ്? ആക്ച്വേറ്റിംഗ് സിഗ്നൽ. അന്നേരം എറർ സിഗ്നൽ ഫൈൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫൈൻഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഫീഡ്ബാക്ക് എന്തായിരിക്കണം? യൂണിറ്റി ഫീഡ്ബാക്ക് ആയിരിക്കണം. ഓക്കെ, അന്നേരം ഇക്വേഷൻ നോക്കിയാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്റ്റഡി സ്റ്റേറ്റ് എററിന്റെ ഫൈനൽ ഇക്വേഷൻ എന്താണ്? ലിമിറ്റ് എസ് ടെൻസ് സീറോ, എസ് ഇൻറ്റു ആർ ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ആണ്. ഇവിടെ എസ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്? കോംപ്ലക്സ് അനലോഗ് ഫ്രീക്വൻസി ആണ്. Therefore, ഇവിടെ സ്റ്റഡി സ്റ്റേറ്റ് എററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? ആർ ഓഫ് എസ് ആൻഡ് ജി ഓഫ് എസ് ആണ്. അന്നേരം ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് ആര് ചേഞ്ച് ചെയ്യാം? സ്റ്റഡി സ്റ്റേറ്റ് എറർ ചേഞ്ച് ചെയ്യാം. ഒരു പർട്ടിക്കുലർ സിസ്റ്റം എടുത്താൽ ഓരോ ഡിഫറെന്റ് ഇൻപുട്ടിനും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തില് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്താൽ
ഒരു നോൺ സീറോ അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എറർ കിട്ടിയാൽ റാം സിഗ്നലോ അല്ലെങ്കിൽ പരാബോളിക് ഇൻപുട്ടോ കൊടുത്താൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റഡി സ്റ്റേറ്റ് എന്തായിരിക്കണമെന്ന് നിർബന്ധമില്ല, ഒരു ഫൈനൈറ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ദർഫോർ ബേസ്ഡ് ഓൺ ദ അപ്ലൈഡ് ഇൻപുട്ട് ഒരു സിസ്റ്റത്തിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അന്നേരം ഫസ്റ്റ് ഡിറ്റർമിനിങ് ഫാക്ടർ ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്താണ്, ഇൻപുട്ട് ആയിരിക്കും, ROS ആയിരിക്കും. നെക്സ്റ്റ് പാരാമീറ്റർ ആണ് GFS. GFS എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിസ്റ്റത്തിന്റെ ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ എന്താണ് മെയിൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ഒരു ഫോർവേഡ് പാത്തിലുള്ള അതിന്റെ മെയിൻ ഗെയിൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഗെയിൻ ഫാക്ടർ ആണ് എന്ത്, GFS. ദർഫോർ GFS എന്തിനെ ഡിറ്റർമൈൻ ചെയ്യും, അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എററിനെ ഡിറ്റർമൈൻ ചെയ്യും. അന്നേരം GFSനെ നമ്മൾ നോർമലി പറയുന്ന പേര് എന്താണ്, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നാണ്. ഒരു ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ അതിന്റെ ഫോർവേഡ് പാത്തിലുള്ള ഗെയിൻ ആണ് എന്ത്, GFS. GFSനെ സ്റ്റാൻഡേർഡ് ഫോമിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എ കോൺസ്റ്റന്റ് K മൾട്ടിപ്ലൈഡ് വിത്ത് 1+S ഇൻറ്റു ടൈം കോൺസ്റ്റന്റ്. ഇവിടെ TA TB എക്സെട്ര TM എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം കോൺസ്റ്റന്റ് ആയിരിക്കും, ഡിവൈഡഡ് ബൈ S⁻n മൾട്ടിപ്ലൈഡ് വിത്ത് അഗെയിൻ ഫസ്റ്റ് ഓർഡർ ടേംസിന്റെ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിയാല് K എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ആ കോൺസ്റ്റന്റിനെ നമുക്ക് പറയാം സിസ്റ്റം ഗെയിൻ എന്ന് പറയാം. എന്തെന്ന് പറയാം, സിസ്റ്റം ഗെയിൻ എന്ന് പറയാം. ഇവിടെ TA TB എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ടൈം കോൺസ്റ്റന്റ് ആയിരിക്കും. ടൈം കോൺസ്റ്റന്റ് നമുക്കറിയാം ബേസ്ഡ് ഓൺ എന്താണ്, ബേസ്ഡ് ഓൺ ചാർജ് സ്റ്റോറേജ് എലമെന്റ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും. ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ഇൻഡക്ടർ ആൻഡ് നമ്പർ ഓഫ് കപ്പാസിറ്റർ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് വേരി ചെയ്യുന്നത്, ടൈം കോൺസ്റ്റന്റ് ഓഫ് ദ കൺട്രോൾ സിസ്റ്റം വേരി ചെയ്യുന്നത്. TA TB എന്ന് പറയുന്നത് എന്തായിരിക്കും, ടൈം കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ന്യൂമറേറ്ററിൽ വരുന്നതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് S വാല്യൂസ് എന്തായിരിക്കും, സീറോസ് ഓഫ് ദ കൺട്രോൾ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന എസിന്റെ വാല്യൂസ് എന്തായിരിക്കും, പോൾസ് ഓഫ് ദ കൺട്രോൾ സിസ്റ്റം ആയിരിക്കും. ദർഫോർ ന്യൂമറേറ്ററിൽ നമ്പർ ഓഫ് S ടേംസ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ എന്തുണ്ട്, P നമ്പർ ഓഫ് S ടേംസ് ഉണ്ട്. അതിന്റെ കൂടെ എന്തും കൂടെ വന്നിട്ടുണ്ട്, അതിന്റെ കൂടെ ഒരു സീറോ പോൾസ് കൂടെ വന്നിട്ടുണ്ട്. എന്തുകൂടെ വന്നിട്ടുണ്ട്, സീറോ പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, S⁻n സീറോ ആകണമെങ്കിൽ n നമ്പർ ഓഫ് S എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. ദർഫോർ അതിന് നമുക്ക് എന്തെന്ന് പറയാം, സീറോ പോൾസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒറിജിൻ ഒരു ഇമാജിനറി ആക്സിസ് വരച്ചാൽ ഒറിജിനില് വരുന്ന എസിന്റെ വാല്യൂസ് ആയിരിക്കും എന്ത്, S=0 എന്ന് പറയുന്നത്. ദർഫോർ S⁻n എന്ന് പറഞ്ഞാൽ എന്താണ്, n നമ്പർ ഓഫ് പോൾസ് എവിടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഒറിജിനില് റിപ്പീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സീറോയില് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ T1s+1 ഇൻറ്റു T2s+1 എക്സെട്ര എത്ര നമ്പർ ഓഫ് പോൾസ് ഉണ്ട്, ഈ നമ്പർ ഓഫ് പോൾസ് ഉണ്ട്. ദർഫോർ P+n ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഓൾവേസ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ M ആയിരിക്കും. ന്യൂമറേറ്ററിലെ എസിന്റെ വാല്യൂസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സീറോസിനേക്കാളും പോൾസ് ഓൾവേസ് എന്തായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. അതിന്റെ റീസൺ എന്താണ്, കൺട്രോൾ സിസ്റ്റം ഈസ് ഓൾവേസ് എന്താണ്, ലോ പാസ് ഫിൽട്ടർ ആണ്. കൺട്രോൾ സിസ്റ്റം ലോ പാസ് ഫിൽട്ടർ ആണെങ്കിൽ നമ്പർ ഓഫ് പോൾസ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കൺട്രോൾ സിസ്റ്റം ഫെയ്ത്ത്ഫുൾ ആകണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീഡ്ബാക്ക് മെക്കാനിസം എന്തായിരിക്കും, നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആയിരിക്കും. ഇഫ് ദ ഫീഡ്ബാക്ക് ഈസ് നെഗറ്റീവ് ദെൻ ദ സിസ്റ്റം ഈസ് എന്തായിരിക്കും, ലോ പാസ് ഫിൽട്ടർ ആയിരിക്കും. ദർഫോർ ഓൾവേസ് നമ്പർ ഓഫ് പോൾസ് അല്ലെങ്കിൽ ഡിനോമിനേറ്ററിലുള്ള S വാല്യൂസ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ വാല്യൂസ് ആയിരിക്കും. അന്നേരം ഇവിടെ S⁻n എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ എന്നിനെ പറയുന്ന പേരാണ് ടൈപ്പ് ഓഫ് ദ സിസ്റ്റം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിനെ പറയുന്ന പേരെന്താണ്, ടൈപ്പ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അന്നേരം ഡിനോമിനേറ്ററിൽ S⁻0 വന്നാല് ടൈപ്പ് എന്തായിരിക്കും, ടൈപ്പ് സീറോ സിസ്റ്റം ആയിരിക്കും. S⁻1 വന്നാല് ടൈപ്പ് എന്തായിരിക്കും, ടൈപ്പ് 1 സിസ്റ്റം ആയിരിക്കും. S⁻2 വന്നാൽ എന്തായിരിക്കും, ടൈപ്പ് 2 സിസ്റ്റം ആയിരിക്കും. അന്നേരം ഓർത്തിരിക്കുക, ഒരു ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ മാത്രമാണ് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്, ടൈപ്പ് ഓഫ് ദ സിസ്റ്റം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും ഒരു നോൺ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ, ഇപ്പൊ എക്സാമ്പിള് GFS HFS ക്വസ്റ്റ്യൻ തന്നാല് ഒരിക്കലും നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കുറെ ടെക്സ്റ്റ് ബുക്കില് ഇവിടെ
ജി ഓഫ് എസിന് പകരം ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്ന് കൊടുക്കാറുണ്ട്. അതുപോലെ എന്താണ് എറർ സിഗ്നലില് യൂണിറ്റി ഫീഡ്ബാക്കിന് പകരം ഇവിടെ എന്ത് കൊടുക്കാറുണ്ട്? എച്ച് ഓഫ് എസ് കൊടുക്കാറുണ്ട്. ഡിനോമിനേറ്ററില് ജി ഓഫ് എസിന് പകരം എന്ത് മൾട്ടിപ്ലയർ ഉണ്ട്? എച്ച് ഓഫ് എസ് മൾട്ടിപ്ലയർ ഉണ്ട്. അത് റോങ് കോൺസെപ്റ്റ് ആണ്. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ എപ്പോഴും അവിടെ എന്തായിരിക്കും? എറർ സിഗ്നൽ ആൻഡ് ടൈപ്പ് ഓഫ് ദ സിസ്റ്റം ഡിഫൈൻഡ് ഓൺലി ഫോർ എന്തായിരിക്കും? യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആയിരിക്കും. അന്നേരം എച്ച് ഓഫ് എസ് വൺ ആയിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നാലും മാത്രം നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? ടൈപ്പ് ഓഫ് ദ സിസ്റ്റം ഡിഫൈൻ ചെയ്യാം. അന്നേരം ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പോൾസ് അറ്റ് ഒറിജിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു പർട്ടിക്കുലർ സിസ്റ്റം തന്നാല് ഡിഫറെന്റ് ഇൻപുട്സ് കൊടുത്താൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? ഇതാണ് നമുക്ക് ബേസിക് ഫണ്ടമെന്റൽ ആയിട്ട് ഇവിടുന്ന് പഠിക്കേണ്ട ടോപ്പിക്ക്. ബാക്കി പറഞ്ഞെല്ലാം എന്താണ്? അതിന്റെ ബേസിക് കോൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് പറയുന്ന കാര്യങ്ങളാണ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റ്സ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു സിസ്റ്റത്തില് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്താല് ആ യൂണിറ്റ് സ്റ്റെപ്പിന് ഇൻപുട്ടിന് കറസ്പോണ്ടിങ് അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? അതാണ് നെക്സ്റ്റ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി പറഞ്ഞു സ്റ്റഡി സ്റ്റേറ്റ് എറർ ഈക്വൽ ടു എന്താണ്? ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് 0 എസ് മൾട്ടിപ്ലൈഡ് വിത്ത് ആർ ഓഫ് എസ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 1 + ജി ഓഫ് എസ് ആയിരിക്കും. അന്നേരം ഇവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആരാണ്? യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഈക്വൽ ടു നമുക്കറിയാം യു ഓഫ് ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. യു ഓഫ് ടിയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്തായിരിക്കും? വെൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ, വെൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ടി ലെസ് ദാൻ 0 ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ദെയർഫോർ ഫ്രം 0 ടു എ ട്രാൻസിഷൻ 1 അല്ലെങ്കിൽ ഒറിജിൻ എത്തിയപ്പോൾ പെട്ടെന്ന് ഒരു വിത്തിൻ ഷോർട്ട് ടൈമില് 0യിൽ നിന്ന് അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? 1ലോട്ട്. അബ്രപ്റ്റ് ആയിട്ട് അത് 1 ആയിട്ട് മാറി. ദെയർഫോർ 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആയിരിക്കും. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഡിസ്കണ്ടിന്യൂസ് പോയിന്റിലെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ ലെഫ്റ്റിലത്തെ വാല്യൂന്റെയും റൈറ്റിലത്തെ വാല്യൂന്റെയും ആവറേജ് ആയിരിക്കും. ദെയർഫോർ യു ഓഫ് 0 ഈക്വൽ ടു നമുക്ക് പറയാം 0. ലെഫ്റ്റിലത്തെ വാല്യൂ 0 ആണ്. റൈറ്റിലത്തെ വാല്യൂ എന്താണ്? 1 ആണ്. ദെയർഫോർ 0 + 1 ഡിവൈഡഡ് ബൈ 2 എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. അന്നേരം ഒരു യു ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? 0യില് ഡിസ്കണ്ടിന്യൂസും എന്താണ്? ടി ഗ്രേറ്റർ ദാൻ 0യില് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡും തരുന്ന ഒരു സിഗ്നൽ ആണ് യു ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. യു ഓഫ് ടി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് 1 ആണ്. നമുക്കറിയാം 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ഡിവൈഡഡ് ബൈ എസ് ആയിരിക്കും. ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം എക്സ് ഓഫ് ടി ആണ് ഇൻപുട്ട് എങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇന്റഗ്രേഷൻ -∞ ടു +∞ എക്സ് ഓഫ് ടി മൾട്ടിപ്ലൈഡ് വിത്ത് ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആയിരിക്കും. യു ഓഫ് ടി എന്താണ്? യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ ഇന്റഗ്രേഷൻ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെ ആയിട്ട് മാറും? 0 ടു ∞ ആയിട്ട് മാറും. മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആയിട്ട് മാറും. ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഇന്റഗ്രേഷൻ എന്താണ്? ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് ആണ്. ലിമിറ്റ് കൊടുത്താൽ -1 ആയിട്ട് മാറും. -1/s എന്തായിട്ട് മാറും? 1/s ആയിട്ട് മാറും. ഇക്വേഷനിൽ കൊടുത്താൽ ഇ എസ് എസിന്റെ ഇക്വേഷൻ എന്താണ്? ലിമിറ്റ് എസ് ടെൻസ് 0 എസ് ഇൻറ്റു ആർ ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 + ജി ഓഫ് എസ് ആണ്. ഇവിടെ നോക്ക്, ആർ ഓഫ് എസിന് പകരം ഞാൻ 1/s കൊടുത്തു. എസും 1/s എന്ത് ചെയ്ത് പോയി? ക്യാൻസൽ ചെയ്ത് പോയി. റിമൈനിങ് ടേംസ് എന്താണ്? റിമൈനിങ് ടേം ലിമിറ്റ് എസ് ടെൻസ് 0 1 ഡിവൈഡഡ് ബൈ 1 + എന്താണ്? ജി ഓഫ് എസ് ആണ്. 1ഉം 1 ഒക്കെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ദെർഫോർ എസ് വരുന്നത് ഒരേ ഒരു ടേമിലാണ്. എവിടാണ്? ജി ഓഫ് എസിലാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? വിച്ച് ഈസ് ഈക്വൽ ടു 1 divided by 1 plus limit s tends to 0 g of s ആയിരിക്കും. If g of s is continuous signal, if g of s is a
കണ്ടിന്യൂസ് സിഗ്നൽ ജി ഓഫ് എസ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റിംഗ് വാല്യൂ ലിമിറ്റ് എസ് ടെൻസ് സീറോ ഈക്വൽ ടു എന്തെന്ന് പറയാം, ജി ഓഫ് സീറോ എന്ന് പറയാം. കാരണം എന്താണ്, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ ഈക്വൽ ടു എന്തായിരിക്കും, വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ലിമിറ്റ് ആയിരിക്കും. ദെർഫോർ ജി ഓഫ് എസ് വെൻ ലിമിറ്റ് എസ് ടെൻസ് സീറോ എന്തായിട്ട് മാറും, ജി ഓഫ് സീറോ ആയിട്ട് മാറും. ദെർഫോർ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നല് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ കൊടുത്താൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എററിന്റെ ഇക്വേഷൻ എന്താണ്, 1/1 + g(0). വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞു ലിമിറ്റ് എസ് ടെൻസ് സീറോ ജി ഓഫ് എസിനെ ജി ഓഫ് സീറോ എന്ന് റെപ്രസെന്റ് ചെയ്തു. ആ കോൺസ്റ്റന്റ് ജി ഓഫ് എസിന് സീറോ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് നമുക്ക് പറയാം സ്റ്റാറ്റിക് പൊസിഷൻ എറർ കോൺസ്റ്റന്റ്. അതിനെ കെ പി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അന്നേരം ഫസ്റ്റ് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കോൺസ്റ്റന്റിന്റെ പേരാണ് സ്റ്റാറ്റിക് പൊസിഷൻ എറർ കോൺസ്റ്റന്റ്. ഫസ്റ്റ് മെമ്മറൈസ് ചെയ്യേണ്ട ഫസ്റ്റ് കോൺസ്റ്റന്റ് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിന്റെ സിലബസിൽ ഫസ്റ്റ് നമ്മൾ പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഈ പർട്ടിക്കുലർ ക്ലാസ്സിൽ പറയുന്ന ഫസ്റ്റ് കോൺസ്റ്റന്റിന്റെ പേരാണ് സ്റ്റാറ്റിക് പൊസിഷൻ എറർ കോൺസ്റ്റന്റ്. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, കെ പി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ ഇക്വേഷൻ എന്താണ്, ലിമിറ്റ് എസ് ടെൻസ് സീറോ ജി ഓഫ് എസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ജി ഓഫ് സീറോ ആയിരിക്കും എന്തിന്റെ വാല്യൂ, സ്റ്റാറ്റിക് പൊസിഷൻ എറർ കോൺസ്റ്റന്റിന്റെ വാല്യൂ. ദെർഫോർ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഈ എസ് എസ് ഈക്വൽ ടു 1/1 + kp ആയിരിക്കും. ഓക്കെ, ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കിയാൽ ഓരോ ടൈപ്പ് സിസ്റ്റത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്താൽ ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്താൽ ജി ഓഫ് എസ് ഈക്വൽ ടു ഏത് ഫോമിലായിരിക്കും, സിസ്റ്റം ഗെയിൻ കെ മൾട്ടിപ്ലൈഡ് വിത്ത് പി എ ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു കുറെ എന്താണ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എൻ ഇൻറ്റു എന്തായിരിക്കും, എഗെയിൻ കുറെ ഫസ്റ്റ് ഓർഡർ ടേംസിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് എന്തായിരിക്കും, ടൈപ്പ് ഓഫ് ദ സിസ്റ്റം ആയിരിക്കും. അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ദ സിസ്റ്റം എടുത്താൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് സിസ്റ്റം എടുത്താൽ കെ പിയുടെ വാല്യൂ എന്തായിരിക്കും നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ടൈപ്പ് സീറോ സിസ്റ്റം ആണ്. ടൈപ്പ് സീറോ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും വരേണ്ടത്, എസ് റൈസ് ടു സീറോ ആയിരിക്കും. ദെർഫോർ ഡിനോമിനേറ്ററിൽ എന്ത് കാണത്തില്ല, എസിന്റെ ടേം കാണില്ല. ഇവിടെ ലിമിറ്റ് എസ് ടെൻസ് സീറോ കൊടുത്താല് ഈ ടേംസ് എല്ലാം എന്തായിട്ട് പോകും, സീറോ ആയിട്ട് പോകും. 0+1 എന്തായിരിക്കും, 1 ആയിരിക്കും. ദെർഫോർ ന്യൂമറേറ്ററിൽ പ്രൊഡക്റ്റ് ഓഫ് 1 ആയിരിക്കും, ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും, പ്രൊഡക്റ്റ് ഓഫ് 1 ആയിരിക്കും. റിമൈനിങ് ടേം എന്തായിരിക്കും, ക്യാപിറ്റൽ കെ സിസ്റ്റം ഗെയിൻ ആയിരിക്കും. അതാണ് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്, ഫോർ എ ടൈപ്പ് സീറോ സിസ്റ്റം, ടൈപ്പ് സീറോ സിസ്റ്റം ആണെങ്കിൽ മാത്രം അതിന്റെ പൊസിഷൻ എറർ കോൺസ്റ്റന്റ് എന്തായിട്ട് മാറും, ക്യാപിറ്റൽ കെ അല്ലെങ്കിൽ സിസ്റ്റം ഗെയിൻ ആയിട്ട് മാറും. ഇനി ടൈപ്പ് 1 സിസ്റ്റം എടുത്താല് ഡിനോമിനേറ്ററിൽ എന്താ വരേണ്ടത്, എസ് റൈസ് ടു 1 ആണ് വരേണ്ടത്. എസ് ടെൻസ് സീറോ ആകുമ്പോൾ ഈ എസ് എല്ലാം സീറോ ആയിട്ട് മാറും. ഡിനോമിനേറ്ററിൽ ഒരു എക്സ്ട്രാ എസ് വന്നിട്ടുണ്ട്, അതും സീറോ ആയിട്ട് മാറുമ്പോൾ ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും, 0 മൾട്ടിപ്ലൈഡ് വിത്ത് 1 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, 1/0 ആയിട്ട് മാറും. 1/0 എന്തായിട്ട് മാറും, ഇൻഫിനിറ്റി ആയിട്ട് മാറും. ഓക്കെ, അതുപോലെ ടൈപ്പ് 2 സിസ്റ്റം എടുത്താലും ഇവിടെ എസ് റൈസ് ടു 1 പകരം എസ് സ്ക്വയറോ എസ് ക്യൂബോ എന്ത് വന്നാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് 1 വന്നാല്, അല്ലെങ്കിൽ എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വന്നാല് അവിടുത്തെ പൊസിഷൻ എറർ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്തായിരിക്കും, സീറോ ആയിരിക്കും, സോറി ഇൻഫിനിറ്റി ആയിരിക്കും. ദെർഫോർ നമുക്ക് ഡിഫൈൻ ചെയ്യാം സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ എ ടൈപ്പ് സീറോ സിസ്റ്റം ഈക്വൽ ടു എന്തായിരിക്കും, 1/1 + k ആയിരിക്കും. അതാണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓഫ് എ ടൈപ്പ് സീറോ സിസ്റ്റം ഫോർ എ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഇക്വേഷൻ ഈക്വൽ ടു എന്തായിരിക്കും, 1/1 + k ആയിരിക്കും. ഇവിടെ k എന്ന് പറഞ്ഞാൽ എന്താണ്, സിസ്റ്റം ഗെയിൻ ആയിരിക്കും. ദെർഫോർ നമുക്ക് പറയാം ഇ എസ് എസ് ഈക്വൽ ടു അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയാം, സിസ്റ്റം ഗെയിൻ എന്ന് പറയാം. ദെർഫോർ സിസ്റ്റം ഗെയിൻ ഇൻക്രീസ് ചെയ്താൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ത് ചെയ്യും,
ഡിക്രീസ് ചെയ്യും. പക്ഷെ നമുക്ക് ലാർജ് ആയിട്ട് സിസ്റ്റം ഗെയിൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. ആ കൺട്രോൾ സിസ്റ്റത്തിന്റെ കൺട്രോളിങ് ഓപ്പറേഷൻ എന്തായിട്ട് മാറും, ഡിഫിക്കൽട്ട് ആയിട്ട് മാറും. ഒരു സിസ്റ്റത്തിന്റെ ഗെയിൻ ഇൻക്രീസ് ചെയ്താൽ, വെരി ലാർജ് സിസ്റ്റം ഗെയിൻ ഒരു സിസ്റ്റത്തിൽ കൊടുത്താൽ എന്താണ്, അതിന്റെ കോമ്പണൻസിനെ കൺട്രോൾ ചെയ്ത് ലാർജ് ഗെയിൻ കൊടുത്താൽ അതിന്റെ കൺട്രോളിങ് ആക്ഷൻ എന്തായിരിക്കും, ഡിഫിക്കൽട്ട് ആയിരിക്കും. ദർഫോർ കെ കുറെ ഇൻക്രീസ് ചെയ്ത് നമുക്ക് സീറോ ആക്കാൻ പറ്റില്ല. ഇവിടെ ഇക്വേഷൻ വെച്ചിട്ട് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ആയാല് ഇ എസ് എസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. അതൊരിക്കലും പോസിബിൾ അല്ല. ഓക്കെ, ദർഫോർ ടൈപ്പ് സീറോ സിസ്റ്റം എടുത്താല് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്താല് അവിടെ എന്ത് കാണും, ഒരു നോൺ സീറോ എറർ കാണും. എന്ന് പറഞ്ഞാല് ആ സിസ്റ്റത്തിൽ ഞാൻ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുന്നു. അതിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ട്രാൻസിയന്റ് സ്റ്റേറ്റിൽ കൂടെ ഇൻക്രീസ് ചെയ്യും. നമ്മൾ കൊടുത്ത ഇൻപുട്ട് എന്തായിരുന്നു, 1 ആയിരുന്നു കൊടുത്ത ഇൻപുട്ട്. ആ 1നേക്കാളും ഇൻക്രീസ് ചെയ്ത് ഒരു ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയാലും അവിടെ എന്ത് കാണും, ഒരു സ്മോൾ എറർ കാണും. ആ സ്മോൾ എറർ ഈക്വൽ ടു എന്തായിരിക്കും, 1/1 + k ആയിരിക്കും. കെ എന്ന് പറയുന്നത് എന്തായിരിക്കും, സിസ്റ്റം ഗെയിൻ ആയിരിക്കും. അതൊരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ദർഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഒരു ടൈപ്പ് സീറോ സിസ്റ്റത്തിൽ കൊടുത്താൽ അതിനെന്ത് കാണും, ടൈം ഇൻഫിനിറ്റി ആയാലും ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലൊരു ഡിഫറൻസ് കാണും. അല്ലെങ്കിൽ 100% ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടിനെ ഒരു ടൈപ്പ് സീറോ സിസ്റ്റത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളുടെ കമാൻഡിനനുസരിച്ച് അവിടുത്തെ ഔട്ട്പുട്ട് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യത്തില്ല, വേരി ചെയ്യത്തില്ല. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു സ്മോൾ എറർ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് എറർ ഈക്വൽ ടു എന്തായിരിക്കും, 1/1 + k ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ടൈപ്പ് 1 ഓർ ഹയർ സിസ്റ്റം എടുത്താൽ അതിന്റെ സ്റ്റാറ്റിക് പൊസിഷൻ എറർ കോൺസ്റ്റന്റ് എന്തായിരുന്നു, ഇൻഫിനിറ്റി ആയിരുന്നു. ദർഫോർ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഈക്വൽ ടു എന്തായിട്ട് മാറും, 1/1 + ഇൻഫിനിറ്റി ഈക്വൽ ടു 1/∞ എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. ദർഫോർ നമുക്ക് പറയാം ഒരു ടൈപ്പ് 1 സിസ്റ്റം അല്ലെങ്കിൽ ടൈപ്പ് 2 സിസ്റ്റം അല്ലെങ്കിൽ ടൈപ്പ് 3 സിസ്റ്റം, അങ്ങനെ ഹയർ സിസ്റ്റംസ് എടുത്താൽ ആ സിസ്റ്റംസിലെല്ലാം ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് ഓൾവേസ് എന്തായിരിക്കും, ഫോളോസ് ദ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ ഈസി ആയിട്ട് ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എന്ത് ചെയ്യത്തില്ല, ഒരു ഡിഫറൻസ് മേക്ക് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അന്നേരം ഇവിടെ നോക്കിയാല് നമ്മൾ 3 ഇൻപുട്സ് കൊടുത്തു ഒരു സെയിം സിസ്റ്റത്തിൽ തന്നെ, അല്ലെങ്കിൽ സോറി, ഒരു ടൈപ്പ് സീറോ സിസ്റ്റത്തില് ഒരു സ്റ്റെപ്പ് സിഗ്നൽ കൊടുത്തു. അതുപോലെ ടൈപ്പ് 1 സിസ്റ്റത്തില് സെയിം ഇൻപുട്ട് കൊടുത്തു. അതായത് ഡിഫറെന്റ് സിസ്റ്റത്തില് സെയിം ഇൻപുട്ട് കൊടുത്തു. പക്ഷെ ആ ഡിഫറെന്റ് സിസ്റ്റംസ് പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്താണ്, ഡിഫറെന്റ് ആണ്. ദർഫോർ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് എററിനെ ആരൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടായിരുന്നു, R(s) G(s). അന്നേരം സെയിം R(s) കൊടുത്താലും G(s) ഡിഫറെന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് സിസ്റ്റം ആണെങ്കിൽ അതിന്റെ എററിന്റെ വാല്യൂ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അന്നേരം ഒരു സെയിം സിസ്റ്റത്തിൽ തന്നെ, സോറി, ഡിഫറെന്റ് സിസ്റ്റത്തിൽ തന്നെ എന്താണ്, സെയിം ഇൻപുട്ട് കൊടുത്താൽ ആ ഡിഫറെന്റ് സിസ്റ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എറർ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അന്നേരം ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണ് ഫോർ സ്റ്റാറ്റിക് പൊസിഷൻ എറർ കോൺസ്റ്റന്റിന്റെ വാല്യൂ. ആ സ്റ്റാറ്റിക് പൊസിഷൻ എറർ കോൺസ്റ്റന്റ് ഫൈൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്, വെൻ ദ അപ്ലൈഡ് ഇൻപുട്ട് ഈസ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. അന്നേരം നമ്മൾ പറഞ്ഞു ടൈപ്പ് സീറോ സിസ്റ്റം വിത്ത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണെങ്കിൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും, 1/1 + k ആയിരിക്കും. എന്നിട്ട് ഓർത്തിരിക്കുക, ഒരു ടൈപ്പും അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റഡി സ്റ്റേറ്റ് എറർ എടുത്താല്, ഇപ്പം ഞാൻ ഒരു ടേബിളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ടൈപ്പിനെ ഞാൻ n എന്ന് കൊടുത്തു. അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റാറ്റിക് പൊസിഷൻ എറർ കോൺസ്റ്റന്റിനെ kp എന്ന് കൊടുത്തു. അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റഡി സ്റ്റേറ്റ് എററിനെ ESS എന്ന് കൊടുത്താല് നമുക്ക് പറയാം വെൻ ടൈപ്പ് ഈസ് സീറോ അതിന്റെ സ്റ്റാറ്റിക് പൊസിഷൻ എറർ കോൺസ്റ്റന്റ് എന്തായിരിക്കും, K ആയിരിക്കും. അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും, 1/1 + k ആയിരിക്കും. വെൻ ദ ടൈപ്പ് ഈസ് എയ്തർ 1 or 2 or ഹയർ വാല്യൂ അതിന്റെ സ്റ്റാറ്റിക് പൊസിഷൻ എറർ കോൺസ്റ്റന്റ് എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. ദർഫോർ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതായത് ഈ ടേബിൾ ഓർത്തിരിക്കുക.
ഇവിടെ സീറോ എന്താണ് സ്റ്റെപ്പ് ഇൻപുട്ട് ആണെങ്കിൽ ടൈപ്പ് സീറോ സിസ്റ്റത്തിൽ മാത്രമേ എന്ത് പ്രൊഡ്യൂസ് ചെയ്തോളൂ, ഒരു നോൺ സീറോ എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ പ്രൊഡ്യൂസ് ചെയ്തോളൂ. ടൈപ്പ് ഗ്രേറ്റർ ദാൻ ദ എന്താണ് സ്റ്റെപ്പ് ഇൻപുട്ട് ആണെങ്കിൽ സ്റ്റെപ്പ് ഇൻപുട്ടിന്റെ എസിന്റെ എന്താണ് ഡിനോമിനേറ്റർ പവർ എന്താണ് S⁻1 ആണ്. ദെർഫോർ ദ ടൈപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആണ് യൂണിറ്റ് റാമ്പ് ഇൻപുട്ട്. ഓക്കെ, ഫസ്റ്റ് കൊടുത്തത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആയിരുന്നു. രണ്ടാമത് കൊടുക്കാൻ പോകുന്നത് എന്താണ്, യൂണിറ്റ് റാമ്പ് സിഗ്നൽ ആയിരുന്നു. ഓക്കെ, നോർമലി LT സിസ്റ്റത്തില് ഇപ്പം കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, സിസ്റ്റം ഈസ് LT സിസ്റ്റം ആണെന്നാണ്. നോർമലി LT സിസ്റ്റത്തില് എന്താണ് ആ സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞൂടെങ്കിൽ നോർമലി കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്, നോർമലി കൊടുക്കുന്ന ഇൻപുട്ട് ഡെൽറ്റ സിഗ്നൽ ആണ്, അല്ലെങ്കിൽ ഇമ്പൾസ് സിഗ്നൽ ആണ്. ഇമ്പൾസ് സിഗ്നലിന് കറസ്പോണ്ടിങ് ഇമ്പൾസ് റെസ്പോൺസ് അറിയാമെങ്കിൽ ആ ഫ്രം ദ ഇമ്പൾസ് റെസ്പോൺസ് നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഇൻപുട്ട് കൊടുത്താലും ഔട്ട്പുട്ട് ഫൈൻഡ് ചെയ്യാം. എങ്ങനെ ഫൈൻഡ് ചെയ്യാം, ഇമ്പൾസ് റെസ്പോൺസും കൊടുക്കുന്ന ഇൻപുട്ടും തമ്മിൽ എന്ത് ചെയ്താൽ മതി, കൺവല്യൂഷൻ എന്ന് പറഞ്ഞ ലീനിയർ ഓപ്പറേഷൻ നടത്തിയാൽ മതി. ഓക്കെ, അന്നേരം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റഡി സ്റ്റേറ്റ് എറർ ആണ്. ആ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം ഗോസ് ടു ഇൻഫിനിറ്റിയിലുള്ള എറർ ആണ്. ഡെൽറ്റ സിഗ്നൽ നമുക്കറിയാം, ഡെൽറ്റ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം t=0 മാത്രം ഇൻഫൈനൈറ്റ് ആംപ്ലിറ്റ്യൂഡ് തരുന്ന ഒരു സിഗ്നൽ ആണെന്ത്, ഡെൽറ്റ സിഗ്നൽ. ദെർഫോർ ആ സീറോയിൽ മാത്രം ആംപ്ലിറ്റ്യൂഡ് തരുന്ന സിഗ്നൽ എന്താണ്, ഒരു സിസ്റ്റത്തിൽ കൊടുത്താൽ സ്റ്റഡി സ്റ്റേറ്റിൽ അത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ദെർഫോർ ഡെൽറ്റ സിഗ്നൽ ഇൻപുട്ടിൽ കൊടുത്തിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല, സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ അനാലിസിസിൽ നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കാത്തത്, ഡെൽറ്റ സിഗ്നൽ കൊടുക്കാത്തത്. അത് ഇന്റർവ്യൂസിന് ചോദിക്കാം. അന്നേരം ഫസ്റ്റ് നമ്മൾ കൊടുത്ത ഇൻപുട്ട് എന്താണ്, യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്. രണ്ടാമത് കൊടുക്കേണ്ട ഇൻപുട്ട് ആണ് യൂണിറ്റ് റാം സിഗ്നൽ. അതിനെ നമുക്ക് R(t) എന്ന് റെപ്രസെന്റ് ചെയ്യാം. R(t) നമുക്കറിയാം T ആയിരിക്കും വെൻ T ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും വെൻ T ലെസ് ദാൻ 0. ഓക്കെ, പോസിറ്റീവ് സൈഡഡ് സിഗ്നൽ ആണ്. R(t)യുടെ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും, ഒരു സ്ട്രൈറ്റ് ഗ്രാഫ് ആയിരിക്കും, ലീനിയർ ഗ്രാഫ് വിത്ത് സ്ലോപ്പ് 1 ആയിരിക്കും. ഓക്കെ, ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, 1/s² ആണ്. ഇൻ ജനറൽ നമുക്കറിയാം T⁻n ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും, n⁻s⁻n+1 ആയിരിക്കും. ഓക്കെ, അന്നേരം ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ ESSന്റെ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബേസിക് ഇക്വേഷൻ എന്തായിരുന്നു, സ്റ്റഡി സ്റ്റേറ്റ് എറർ ഈക്വൽ ടു ലിമിറ്റ് s → 0 s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, 1+g(s) ആയിരിക്കും. R(s) എന്തായിട്ട് മാറും, 1/s² ആയിട്ട് മാറും. ഒരു എസ് ക്യാൻസൽ ചെയ്ത് പോകും. ദെർഫോർ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഇക്വേഷൻ ലിമിറ്റ് s → 0 1/s ഇൻറ്റു 1+ എന്തായിട്ട് മാറും, g(s) ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ നമുക്ക് ഇതെന്തായിട്ട് മാറും, കുറച്ചുകൂടെ ഷോർട്ട് ആക്കിയാല് എങ്ങനെ എഴുതാം നമുക്ക്, 1/ലിമിറ്റ് s → 0 s ഇൻറ്റു 1 ഈക്വൽ ടു s ആയിട്ട് മാറും. പ്ലസ് എന്തായിട്ട് മാറും, ലിമിറ്റ് s → 0 s ഇൻറ്റു എന്തായിട്ട് മാറും, g(s) ആയിട്ട് മാറും. എസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പോളിനോമിയൽ ആണ്. പോളിനോമിയൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ദെർഫോർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ s → 0 s എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഇതെന്തായിട്ട് മാറും, ആ പർട്ടിക്കുലർ വാല്യൂ ആയിട്ട് മാറും. ദെർഫോർ ഫൈനൽ ഇക്വേഷൻ ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിട്ട് മാറും, ലിമിറ്റ് s → 0 1/s മൾട്ടിപ്ലൈഡ് വിത്ത് g(s) ആയിട്ട് മാറും. ഇവിടെ ഡിനോമിനേറ്ററിലുള്ള ലിമിറ്റ് s → 0 s ഇൻറ്റു g(s) നമുക്ക് പറയാം സ്റ്റാറ്റിക് വെലോസിറ്റി എറർ കോൺസ്റ്റന്റ്. എന്താണ് ഇതിന്റെ പേര്, സ്റ്റാറ്റിക്. ഇവിടെ പൊസിഷൻ എറർ എന്നല്ല, ഇതിന്റെ പേര് ആക്ച്വലി എന്താണ്, സ്റ്റാറ്റിക് വെലോസിറ്റി ആണ്. ഓക്കെ, ഇവിടെ സ്ലൈഡിൽ തെറ്റാണ്. ഇതിന്റെ പേരെന്താണ്, സ്റ്റാറ്റിക് വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് KB എന്ന് റെപ്രസെന്റ് ചെയ്യാം. Therefore, ഫോർ എ യൂണിറ്റ് റാമ്പ് ഇൻപുട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ESS ഈക്വൽ ടു എന്തായിരിക്കും, റെസിപ്രോക്കൽ ഓഫ് സ്റ്റാറ്റിക് വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ 1/KB ആയിരിക്കും. ഓക്കെ, ഇനി g(s) അനുസരിച്ച് KBക്ക് കിട്ടുന്ന വാല്യൂസ് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും.
ഇപ്പൊ ടൈപ്പ് സീറോ സിസ്റ്റത്തിനും ടൈപ്പ് വൺ സിസ്റ്റത്തിനും ടൈപ്പ് ടു സിസ്റ്റത്തിനും കെ വിയുടെ വാല്യൂസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് നോക്കിയാല് ഒരു ടൈപ്പ് സീറോ സിസ്റ്റം എടുക്കുന്നു. ഞാൻ ടൈപ്പ് സീറോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ് ഈക്വൽ എന്തായിരിക്കും? കെ ഇൻറ്റു എസ് ടി പ്ലസ് വൺ എക്സെട്ര മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഡിവൈഡ് ബൈ എന്തായിരിക്കും? എസ് റേസ് ടു സീറോ ഇൻറ്റു അനദർ എസ് ടി പ്ലസ് വൺ. ജസ്റ്റ് ഇങ്ങനെ അസ്യൂം ചെയ്തു ഞാൻ ആ ഫോമിലായിരിക്കും. എന്നാൽ ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും? എസ് റേസ് ടു സീറോ ഫോമിലായിരിക്കും. അന്നേരം കെ വിയുടെ ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? ലിമിറ്റ് എസ് ടെൻസ് സീറോ എസ് മൾട്ടിപ്ലൈഡ് വിത്ത് ജി ഓഫ് എസ് ആയിരുന്നു. ദെയർഫോർ ടൈപ്പ് സീറോ സിസ്റ്റം എടുത്താല് ജി ഓഫ് എസ് ഇത്രയാണ്. ലിമിറ്റ് എസ് ടെൻസ് സീറോ എസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഇത്രയും ടേംസ് എടുത്താൽ എസ് ടെൻസ് സീറോ ആകുമ്പം ഈ ടേംസ് എല്ലാം എന്തായിട്ട് മാറും? സീറോ പ്ലസ് വൺ ആയിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു വൺ ആയിരിക്കും. ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും? വൺ ആയിരിക്കും. പക്ഷെ നോമിനേറ്ററിൽ എന്ത് വന്നിട്ടുണ്ട്? ഒരു പ്രോഡക്റ്റ് എസ് വന്നിട്ടുണ്ട്. ആ എസ് ടെൻസ് സീറോ ആകുമ്പം അതിന്റെ വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. ഓക്കെ, വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും ഫോർ എ ടൈപ്പ് സീറോ സിസ്റ്റം. അന്നേരം ഓർത്തിരിക്കുക, റാമ്പ് ഇൻപുട്ട് കൊടുത്താല് ടൈപ്പ് സീറോ സിസ്റ്റത്തിന്റെ വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇനി ടൈപ്പ് വൺ സിസ്റ്റം എടുത്താല് ടൈപ്പ് വൺ സിസ്റ്റത്തില് ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും? എസ് റൈസ് ടു വൺ ആയിരിക്കും. ആ എസ് റൈസ് ടു വണ്ണും ന്യൂമറേറ്ററിൽ എസ് എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്ത് പോകും. ദെയർഫോർ ഈ എസ് ടേംസ് സീറോ ആയാല് റിമൈനിങ് ടേംസ് എന്തായിരിക്കും? കെ ഇൻറ്റു വൺ ഡിവൈഡ് ബൈ വൺ ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? കെ ആയിട്ട് മാറും. ഇനി ഗ്രേറ്റർ ദാൻ ടു അല്ല ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ടു ആണെങ്കിൽ എൻ ഈക്വൽ ടു ടു ഓർ ഗ്രേറ്റർ ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും? എയ്തർ എസ് സ്ക്വയർ അല്ലെങ്കിൽ എസ് ക്യൂബ് അല്ലെങ്കിൽ എസ് റേസ്റ്റ് ഫോർ അങ്ങനെ ആയിരിക്കും. ദെർഫോർ എസ് ക്യാൻസൽ ചെയ്താലും എക്സ്ട്രാ എസ് ടൈം ഇവിടെ വരും? ഡിനോമിനേറ്ററിൽ വരും. ദെൻ എസ് ടെൻസ് സീറോ, ഡിനോമിനേറ്ററിൽ എസ് വന്നാൽ എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. ദെർഫോർ ഫോർ എ ടൈപ്പ് ടു ഓർ ഹയർ സിസ്റ്റംസിൽ വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇവിടെ നമുക്ക് വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് പറയാം ടൈപ്പ് ഓരോ സിസ്റ്റത്തിനെയും പറയാം. ഓരോ സിസ്റ്റത്തിൽ പറയാം. ടൈപ്പ് സീറോ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഫൈൻഡ് ചെയ്തു എ വി ഈക്വൽ ടു എന്തായിരുന്നു? ടൈപ്പ് സീറോ സിസ്റ്റം എടുത്തപ്പം ടൈപ്പ് അല്ലെങ്കിൽ അതിനെ ക്യാപിറ്റൽ എൻ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ടൈപ്പ് സീറോ സിസ്റ്റം എടുത്തപ്പം അതിന്റെ വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് എന്തായിരുന്നു? സീറോ ആയിരുന്നു. ദെയർഫോർ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിട്ട് മാറും? ഓൾറെഡി ഞാൻ പറഞ്ഞു, സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ എ റാമ്പ് ഇൻപുട്ട് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? വൺ ഡിവൈഡഡ് ബൈ വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് ആണ്. ദെയർഫോർ ടൈപ്പ് സീറോ സിസ്റ്റത്തിന്റെ വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് സീറോ ആണ്. ദെയർഫോർ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടൈപ്പ് സീറോ സിസ്റ്റത്തില് ഒരു യൂണിറ്റ് റാമ്പ് സിഗ്നൽ, ഒരു യൂണിറ്റ് റാമ്പ് ഇൻപുട്ട് കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടും? വെരി ലാർജ് എറർ കിട്ടും. അല്ലെങ്കിൽ ഒരു ടൈപ്പ് സീറോ സിസ്റ്റത്തിൽ ഒരു റാമ്പ് ഇൻപുട്ട് കൊടുത്താൽ ഒരിക്കലും അതിന്റെ കമാൻഡ് വഴി അതിന്റെ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? അൺകൺട്രോളബിൾ ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് വൺ സിസ്റ്റം ആണെങ്കിൽ അതിന്റെ കെ വി നമ്മൾ ഫൈൻഡ് ചെയ്തു. എന്തായിരുന്നു? ക്യാപിറ്റൽ കെ ആയിരുന്നു. ദെയർഫോർ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഈക്വൽ ടു എന്തായിട്ട് മാറും? വൺ ഡിവൈഡ് ബൈ സിസ്റ്റം ഗെയിൻ കെ ആയിട്ട് മാറും. ടൈപ്പ് ടു ഓർ ഗ്രേറ്റർ ആണെങ്കിൽ അതിന്റെ വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് ഇൻഫിനിറ്റി ആയിരിക്കും. ദെയർഫോർ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ദെയർഫോർ ടൈപ്പ് എന്താണ്? ഒരു ടൈപ്പ് ടു അല്ലെങ്കിൽ എന്താ അതിനേക്കാളും ലാർജ് സിസ്റ്റം ആണെങ്കിൽ റാമ്പ് ഇൻപുട്ട് കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ടിനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ടൈപ്പ് സീറോ സിസ്റ്റത്തിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടൈപ്പ് സീറോ സിസ്റ്റത്തിൽ ഒരിക്കലും റാമ്പ് ഇൻപുട്ടിന് കൊടുക്കാൻ പറ്റില്ല. അന്നേരം ഒരു ടൈപ്പ് സീറോ സിസ്റ്റം ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഒരു എസ് ടേംസ് വന്നായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ആ എസിനെ ക്യാൻസൽ ചെയ്യായിരുന്നു. ദെർഫോർ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിട്ട് മാറും? ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിട്ട് മാറും. ഒരു ചെറിയ എററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഔട്ട്പുട്ടിനെ മെഷർ ചെയ്യാൻ പറ്റും. ദെർഫോർ ഒരു ടൈപ്പ് സീറോ സിസ്റ്റം എടുത്താല് ഇൻപുട്ടില് റാം സിഗ്നൽ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ സിസ്റ്റത്തിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എററിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് സീരീസ് ആയിട്ട് നമുക്ക് എന്തിനെ കണക്ട് ചെയ്യാം? ഒരു വൺ ബൈ എസ് ടേംസിനെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഇൻറ്റഗ്രൽ കൺട്രോളറിനെ ആഡ് ചെയ്താല്
അത് ഇന്റഗ്രൽ കൺട്രോളർ എന്താണ്? ഒരു എക്സ്ട്രാ പോൾസ് ആഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. പ്രൊപ്പോർഷണൽ ഇന്റഗ്രൽ കൺട്രോളർ എന്ന് പറഞ്ഞാൽ നോർമലി ഏത് ഫോമിലാണ്? K1 പ്ലസ് K2 ഡിവൈഡഡ് ബൈ എസ് ഫോമിലാണ്. പ്രൊപ്പോർഷണൽ ഇന്റഗ്രൽ കൺട്രോളർ ഒറിജിനിൽ എന്ത് ആഡ് ചെയ്യും? ഒരു എക്സ്ട്രാ സീറോ ആഡ് ചെയ്യും. ആ സിസ്റ്റത്തില് ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അന്നേരം ഓർത്തിരിക്കുക, ഒരു സിസ്റ്റത്തിന്റെ സ്റ്റഡി സ്റ്റേറ്റ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ആഡ് ചെയ്യാം? ഒരു പ്രൊപ്പോർഷണൽ ഇന്റഗ്രൽ കൺട്രോളറിനെ ആഡ് ചെയ്യാം. എന്തുകൊണ്ടാണ് ജസ്റ്റ് ഇന്റഗ്രൽ കൺട്രോളറിനെ ആഡ് ചെയ്യുന്നതിന് പകരം പ്രൊപ്പോർഷണൽ ഇന്റഗ്രൽ കൺട്രോളറിനെ ആഡ് ചെയ്യുന്നത്? K1 പ്ലസ് K2 ഡിവൈഡഡ് ബൈ എസ് ആണ് ഒരു പ്രൊപ്പോർഷണൽ ഇന്റഗ്രൽ കൺട്രോളറിന്റെ ജനറൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇക്വേഷൻ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം: K1 ഇൻറ്റു എസ് പ്ലസ് K2 ഡിവൈഡഡ് ബൈ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. എസ് എന്ന് പറഞ്ഞാല് ആ പോൾ അവിടെ ആയിരിക്കും, ഒറിജിനിലായിരിക്കും. പക്ഷെ ന്യൂമറേറ്ററിൽ എന്ത് വന്നു? ഒരു സീറോ വന്നു. എസ് ഈസ് ഈക്വൽ ടു -K2 ഡിവൈഡഡ് ബൈ K1. -K2 ഡിവൈഡഡ് ബൈ K1 നോർമലി നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വിച്ച് ഈസ് വെരി ക്ലോസ് ടു എന്തായിട്ടാണ്? ഒറിജിൻ ആയിട്ടാണ്. അന്നേരം ഈ ന്യൂമറേറ്റർ സിഗ്നലിന്റെ ഫേസും ഡിനോമിനേറ്റർ സിഗ്നലിന്റെ ഫേസും ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഒരു പ്രൊപ്പോർഷണൽ ഇന്റഗ്രൽ കൺട്രോളറിനെ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു RC സർക്യൂട്ടിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഓർത്തിരിക്കുക, ഒരു എന്താണ് അൺറിലയബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ റിലയബിൾ ആക്കാൻ, അല്ലെങ്കിൽ ഒരു ഇൻഫൈനൈറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ നോർമൽ ആക്കാൻ നമുക്ക് എന്തിനെ സീരീസ് ആയിട്ട് ആഡ് ചെയ്യാം? ഒരു പ്രൊപ്പോർഷണൽ ഇന്റഗ്രൽ കൺട്രോളേഴ്സിനെ ആഡ് ചെയ്യാം. അന്നേരം ഈ ടേബിൾ ഓർത്തിരിക്കുക, ഫോർ എ ടൈപ്പ് വൺ സിസ്റ്റം KB ഈക്വൽ ടു എന്തായിരിക്കും? ക്യാപിറ്റൽ K ആയിരിക്കും. സ്റ്റഡി സ്റ്റേറ്റ് എറർ ഈക്വൽ ടു 1/K ആയിരിക്കും. വെൻ ടൈപ്പ് 0 സിസ്റ്റം ആണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. വെൻ ടൈപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇൻപുട്ട് ആണ് പരാബോളിക് ഇൻപുട്ട്. ഓക്കെ, ഓൾറെഡി നമ്മൾ റാം സിഗ്നലിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ പറഞ്ഞു. റാം സിഗ്നലും എന്തായിരുന്നു? ഒരു അൺബൗണ്ടഡ് ഇൻപുട്ട് ആയിരുന്നു. അൺബൗണ്ടഡ് ഇൻപുട്ട് നോർമലി നമുക്കറിയാം ടൈം ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. പക്ഷെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആകുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അന്നേരം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്റർവ്യൂസിന് ചോദിക്കാം. ഈവൻ ദോ റാം സിഗ്നൽ ഈസ് അൺബൗണ്ടഡ്, നമ്മൾ എന്തുകൊണ്ടാണ് റാം സിഗ്നൽ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫൈൻഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? റാം സിഗ്നല് ലാർജ് ടൈമിലാണ് അത് എന്തായിട്ട് മാറുന്നത്? ഇൻഫിനിറ്റി ആയിട്ട് മാറുന്നത്. പക്ഷെ ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, ഫോർ എ ഫൈനൈറ്റ് ഡ്യൂറേഷൻ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഔട്ട്പുട്ടിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യം വരും. നമുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ട് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫൈൻഡ് ചെയ്യണം? ഒരു റാം ഇൻപുട്ടിനെ ബേസ് ചെയ്ത് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, റാം സിഗ്നലിന് പകരം ഒരു പരാബോളിക് ഇൻപുട്ട് വന്നാലും നമുക്ക് അതിനെ എന്ത് ചെയ്യേണ്ടി വരും? ഈവൻ ദോ പരാബോളിക് ഇൻപുട്ട് ഈസ് അൺബൗണ്ടഡ്, പരാബോളിക് ഇൻപുട്ടിന്റെ ജനറൽ ഇക്വേഷൻ ഇതാണ് RT ഈക്വൽ ടു A ഇൻറ്റു T² ഡിവൈഡഡ് ബൈ 2. അതൊരു യൂണിറ്റ് പരാബോളിക് ആണെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? T² ഡിവൈഡഡ് ബൈ 2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അത് എങ്ങനെയുള്ള സിഗ്നൽ ആയിരിക്കും? ഒരു എക്സ്പോണൻഷ്യൽ സിഗ്നൽ പോലെ, അല്ലെങ്കിൽ ഒരു ലാർജ് ഇൻക്രീസിങ് സിഗ്നൽ ആയിരിക്കും. അതൊരു അൺബൗണ്ടഡ് ആണ്. പക്ഷെ ഫോർ എ പർട്ടിക്കുലർ ടൈം പീരീഡ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ട്രാക്ക് ചെയ്യേണ്ടി വരും. പരാബോളിക് ഇൻപുട്ട് കൊടുത്താലും നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം? അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ബേസിക് ഇക്വേഷൻ നമുക്കറിയാം. സ്റ്റഡി സ്റ്റേറ്റ് എററിന്റെ ബേസിക് ഇക്വേഷൻ എന്താണ്? ESS ഈക്വൽ ടു ബേസിക് ഇക്വേഷൻ എന്താണ്? ലിമിറ്റ് S ടെൻസ് 0 S ഇൻറ്റു R(s) ഡിവൈഡഡ് ബൈ 1 പ്ലസ് G(s) ആണ്. ഓക്കെ, ഇവിടെ T² ഡിവൈഡഡ് ബൈ 2 ആണ് വന്നിരിക്കുന്നത്. T² ഡിവൈഡഡ് ബൈ 2. T² ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം 1/2 കോൺസ്റ്റന്റ് ആണ്. T² ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ S റൈസ് ടു 2 പ്ലസ് 1 ആണ്. 2 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോകും. S റൈസ് ടു 2 പ്ലസ് 1 എന്തായിട്ട് മാറും? 1 ഡിവൈഡഡ് ബൈ S³ ആയിട്ട് മാറും. ഒരു എസും ക്യാൻസൽ ചെയ്താൽ റിമൈനിങ് എന്ത് വരും? S² വരും, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? ലിമിറ്റ് S ടെൻസ് 0 1 ഡിവൈഡഡ് ബൈ S² പ്ലസ് S² ഇൻറ്റു എന്തായിട്ട് മാറും? G(s) ആയിട്ട് മാറും.
ഇവിടെ എസ് സ്ക്വയറിൽ ലിമിറ്റ് എസ് ടെൻസ് സീറോ ആകുമ്പം ആ ടൈം എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. റിമൈനിങ് ടൈം എന്തായിരിക്കും? എസ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എസ് ആയിരിക്കും. ദർഫോർ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓഫ് എ പരാബോളിക് ഇൻപുട്ട് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ പറയാം എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എസ് ടെൻസ് സീറോ എസ് സ്ക്വയർ മൾട്ടിപ്ലൈഡ് വിത്ത് ജി ഓഫ് എസ് ആയിരിക്കും. ഈ കോൺസ്റ്റന്റിനെ നമുക്ക് പറയാം, ഡിനോമിനേറ്ററിൽ വന്ന ഈ കോൺസ്റ്റന്റിനെ നമുക്ക് പറയാം സ്റ്റാറ്റിക് ആക്സിലറേഷൻ എറർ കോൺസ്റ്റന്റ്. അതിനെ കെ സഫിക്സ് എ എന്ന് റെപ്രസെന്റ് ചെയ്യാം. എന്നാൽ ഓർത്തിരിക്കുക, ഫോർ എ പരാബോളിക് ഇൻപുട്ട്, ഒരു പരാബോളിക് ഇൻപുട്ട് ആണ് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ കൊടുക്കുന്നതെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഈക്വൽ ടു എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എസ് ടെൻസ് സീറോ എസ് സ്ക്വയർ ജി ഓഫ് എസ് ആയിരിക്കും. അല്ലെങ്കിൽ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1 ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ എറർ കോൺസ്റ്റന്റ് 1/k എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ജി ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ഡിഫറെന്റ് ടൈപ്പ് സിസ്റ്റത്തിന്റെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഒരു ടൈപ്പ് സീറോ സിസ്റ്റം എടുത്താൽ ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും? എസ് റേസ് ടു സീറോ ടൈം ആയിരിക്കും. ദർഫോർ ന്യൂമറേറ്ററിൽ ജി ഓഫ് എസ് ഓഫ് എ ടൈപ്പ് സീറോ സിസ്റ്റത്തിന് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സിസ്റ്റം ഗെയിൻ കെ മൾട്ടിപ്ലൈഡ് വിത്ത് എസ് ടി പ്ലസ് വൺ ഇൻറ്റു എസ് ടി പ്ലസ് വൺ എക്സെട്ര. ഡിഫറെന്റ് ടി എ ആയിരിക്കും. ടി എ 1 അങ്ങനെ വരും. ഡിവൈഡ് ബൈ എന്തായിരിക്കും? എസ് റേസ് ടു സീറോ ഇൻറ്റു എസ് ടി ബി പ്ലസ് വൺ ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ ടേംസ് ആയിരിക്കും. ദർഫോർ ഇവിടെ എസ് റേസ് ടു സീറോ വന്നാൽ അതിന്റെ ആക്സിലറേഷൻ എറർ കോൺസ്റ്റന്റ് എന്തായിട്ട് മാറും? ആക്സിലറേഷൻ എറർ കോൺസ്റ്റന്റ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? കെ എ ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് സീറോ എസ് സ്ക്വയർ മൾട്ടിപ്ലൈഡ് വിത്ത് ജി ഓഫ് എസ് ആയിരിക്കും. എസ് സ്ക്വയർ മാത്രം ന്യൂമറേറ്ററിൽ വരും. എസ് ടെൻസ് സീറോ ആകുമ്പം റിമൈനിങ് ടേംസ് സീറോ ആയിട്ട് പോകും. ദർഫോർ ലിമിറ്റ് എസ് ടെൻസ് സീറോ എസ് സ്ക്വയർ എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. ടൈപ്പ് 1 സിസ്റ്റം ആണെങ്കിലും ഒരു എസ് ക്യാൻസൽ ചെയ്ത് പോയാൽ എക്സ്ട്രാ ഒരു എസ് ന്യൂമറേറ്ററിൽ വരും. ദർഫോർ അവിടെ എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. ടൈപ്പ് 2 ഓർ ടൈപ്പ് 2 സിസ്റ്റം ആകുമ്പം എസ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും. എസ് ടേംസ് സീറോ ആയിട്ട് പോകും. ദർഫോർ കെ മൾട്ടിപ്ലൈഡ് വിത്ത് 1/1 ആയിട്ട് മാറും. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? കെ ആയിട്ട് മാറും. ടൈപ്പ് 3 ആണെങ്കിൽ എസ് സ്ക്വയറും എസ് ക്യൂബും ക്യാൻസൽ ചെയ്താൽ അവിടെ ഒരു എസ് ടൈം ഡിനോമിനേറ്ററിൽ വരും. ടൈപ്പ് 4 സിസ്റ്റം ആണെങ്കിൽ എസ് സ്ക്വയർ വരും. ദർഫോർ എസ് ടൈം എക്സ്ട്രാ ഡിനോമിനേറ്ററിലായിരിക്കും വരുന്നത്. എസ് ടെൻസ് സീറോ ആകുമ്പം 1/0 എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. ദർഫോർ നമുക്ക് പറയാം ഇ എസ് എസ് ഈക്വൽ ടു അതിന്റെ കറസ്പോണ്ടിങ് സിസ്റ്റം ടൈപ്പ് നമ്പറും ടൈപ്പ് ഓഫ് ദ സിസ്റ്റവും അതിന്റെ ആക്സിലറേഷൻ എറർ കോൺസ്റ്റന്റ് കെ എ എടുത്താൽ ടൈപ്പ് സീറോ സിസ്റ്റത്തില് നമുക്ക് കിട്ടി അതിന്റെ ആക്സിലറേഷൻ എറർ കോൺസ്റ്റന്റ് എന്താണ്? സീറോ ആണ്. ദർഫോർ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? 1/k എ ആയിരിക്കും. ഈക്വൽ ടു എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. ടൈപ്പ് 1 സിസ്റ്റത്തിലും അതിന്റെ ആക്സിലറേഷൻ എറർ കോൺസ്റ്റന്റ് എന്തായിരുന്നു? സീറോ ആയിരുന്നു. ദർഫോർ അതിന്റെ എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. ഫോർ എ ടൈപ്പ് 2 സിസ്റ്റം ആക്സിലറേഷൻ എറർ കോൺസ്റ്റന്റ് ഈക്വൽ ടു സിസ്റ്റം ഗെയിൻ ആയിട്ട് മാറി. ദർഫോർ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? 1/K ആയിരിക്കും. വെൻ ദ ടൈപ്പ് ഈസ് 3 ഓർ ഹയർ, 3യും അതിനേക്കാളും കൂടുതലും ആണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എറർ കോൺസ്റ്റന്റ് ഇൻഫിനിറ്റി ആയിരിക്കും. അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? 1/∞ ഈക്വൽ ടു 0 ആയിരിക്കും. ദർഫോർ ഒരു സിസ്റ്റത്തില് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ടൈപ്പ് 2 ടൈപ്പ് 3 അല്ലെങ്കിൽ ടൈപ്പ് 4 അല്ലെങ്കിൽ ലാർജ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ സിസ്റ്റത്തില് ഒരു പരാബോളിക് ഇൻപുട്ട് കൊടുത്താൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു ടൈപ്പ് ഒരു പരാബോളിക് ഇൻപുട്ട് കൊടുത്താൽ ആ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും അതിനെ ടൈപ്പ് 0 ആൻഡ് ടൈപ്പ് 1 സിസ്റ്റമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരത്ത് ആ സിസ്റ്റത്തിൽ ഈ കൊടുക്കേണ്ട ഇൻപുട്ട് പരാബോളിക് ആണെന്നിരിക്കട്ടെ. അന്നേരം പരാബോളിക് ഇൻപുട്ട് കൊടുക്കാൻ നേരത്ത് ആ സിസ്റ്റത്തിനെ ഒരിക്കലും നമുക്ക് എന്തായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല? ടൈപ്പ് 0 ആൻഡ് ടൈപ്പ് 1 സിസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് എക്സ്ട്രാ എന്ത് വേണം? എക്സ്ട്രാ പോൾസ് അറ്റ് ഒറിജിൻ വേണം. മിനിമം പോൾസ് എത്രണ്ണം വേണം ഒറിജിനില്? 2 എണ്ണം വേണം. അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ അറ്റ്ലീസ്റ്റ് 1 എസ് സ്ക്വയർ ടേംസ് എങ്കിലും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ ഔട്ട്പുട്ടിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമാൻഡ്സ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ.
ഇത്രയും പോയിന്റ് ഓർത്തിരിക്കുക. അന്നേരം കളക്റ്റീവായിട്ട് നമുക്ക് പറയാം. കളക്റ്റീവായിട്ട് നമുക്ക് പറയാം കളക്റ്റീവായിട്ട് നമുക്ക് പറയാം ടൈപ്പും അതിന്റെ ബേസിക് റെഫറൻസ് ഇൻപുട്ടും എടുത്താല് ബേസിക് റെഫറൻസ് ഇൻപുട്ട് ആരൊക്കെയായിരുന്നു? സ്റ്റെപ്പ് ആയിരുന്നു. അത് നെക്സ്റ്റ് എന്തായിരുന്നു? റാം സിഗ്നൽ ആയിരുന്നു. മൂന്നാമത്തെ റെഫറൻസ് സിഗ്നൽ എന്തായിരുന്നു? പരാബോളിക് സിഗ്നൽ ആയിരുന്നു. ഓക്കെ, ടൈപ്പ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വരുന്നത് എന്തായിരുന്നു? ടൈപ്പ് സീറോ സിസ്റ്റം ആയിരുന്നു. രണ്ടാമത് ടൈപ്പ് വൺ സിസ്റ്റം ആണ് മിനിമം വരുന്നത്. മൂന്നാമത് എന്തായിരുന്നു? ടൈപ്പ് ടു സിസ്റ്റം ആണ്. അങ്ങനെ സ്റ്റെപ്പ് സിഗ്നൽ ഫോളോഡ് വിത്ത് ടൈപ്പ് സീറോ സിസ്റ്റം ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടൈപ്പ് സീറോ സിസ്റ്റത്തില് സ്റ്റെപ്പ് സിഗ്നൽ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? ഞാനിവിടെ ടൈപ്പ് ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ മെട്രിക്സ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ കെ മാപ്പായിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ആണ്. എന്താണ് ഹൊറിസോണ്ടലി കാണിച്ചിരിക്കുന്നത്, വെർട്ടിക്കലി കാണിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് റെഫറൻസ് ഇൻപുട്ട് ആണ്. ദർഫോർ ടൈപ്പ് സീറോ സിസ്റ്റത്തില് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്താൽ അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? 1/1 + k ആയിരിക്കും. വെൻ ദ ടൈപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ ടൈപ്പ് വൺ അല്ലെങ്കിൽ ടൈപ്പ് ടു സിസ്റ്റം ഒക്കെ ആണെങ്കിൽ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്താൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇനി ടൈപ്പ് സീറോ സിസ്റ്റത്തില് റാം ഇൻപുട്ട് കൊടുത്താൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ടൈപ്പ് വൺ സിസ്റ്റത്തില് റാം സിഗ്നൽ കൊടുത്താൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? 1/k ആയിരിക്കും. ടൈപ്പ് ടു സിസ്റ്റത്തിൽ കൊടുത്താൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് സീറോ സിസ്റ്റത്തില് പരാബോളിക് ഇൻപുട്ട് കൊടുത്താൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ടൈപ്പ് വൺ സിസ്റ്റത്തിൽ കൊടുത്താൽ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ടൈപ്പ് ടു സിസ്റ്റത്തിൽ കൊടുത്താൽ എന്തായിരിക്കും? 1/k ആയിരിക്കും. അന്നേരം ഇങ്ങനെ ഓർത്തിരിക്കുക, ഡയഗണൽ കേസിൽ ടൈപ്പ് സീറോ സ്റ്റെപ്പ്, ടൈപ്പ് വൺ റാംപ് ഇൻപുട്ട്, ടൈപ്പ് ടു പരാബോളിക് ഇൻപുട്ടിൽ മാത്രം നമുക്ക് എന്ത് കിട്ടും? സീറോ ആൻഡ് ഇൻഫിനിറ്റി അല്ലാത്ത ഒരു ഫൈനൈറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എറർ കിട്ടും. ഇനി വെൻ ദ ടൈപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ആക്ച്വൽ സ്റ്റെപ്പ് ഇൻപുട്ട്, ആക്ച്വൽ റെഫറൻസ് ഇൻപുട്ട് ആണെങ്കിൽ, ആക്ച്വൽ റെഫറൻസ് ഇൻപുട്ടിന്റെ എസ് പവറിനേക്കാളും ലാർജ് ടൈപ്പ് ആണെങ്കിൽ എപ്പോഴും എറർ എന്തായിരിക്കും? സീറോ ആയിരിക്കും. വെൻ ദ ടൈപ്പ് ഈസ് ലെസ് ദാൻ ദ ആക്ച്വൽ പവർ ഓഫ് ദ ഇൻപുട്ട് എസ് ടൈം ആണെങ്കിൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. അതൊരു ഡയഗണൽ എലമെന്റിന്റെ താഴോട്ട് ഇൻഫിനിറ്റി ആയിരിക്കും. ഡയഗണൽ എലമെന്റിന്റെ മുകളിലോട്ട് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അന്നേരം ഈ മെട്രിക്സ് അല്ലെങ്കിൽ ഒരു കെ മാപ്പ് പോലെ ഇത് ഷോർട്ട് കട്ട് ആയിട്ട് ഓർത്തിരിക്കുക. ഈ ടേബിൾ ഓർത്തിരുന്നാല് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അന്നേരം ഡയഗണൽ എലമെന്റിലായിരിക്കും ഫൈനൈറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എറർ വരുന്നത്. ഡയഗണൽ എലമെന്റിന് മുകളിൽ എന്തായിരിക്കും? സീറോ സ്റ്റഡി സ്റ്റേറ്റ് എറർ ആയിരിക്കും. ഡയഗണൽ എലമെന്റിന് താഴെ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ആയിരിക്കും. ഓക്കെ, അന്നേരം നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ? എല്ലാ കേസിലും ഏത് ടൈപ്പ് സിസ്റ്റം ആണെങ്കിലും സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓൾവേസ് എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സിസ്റ്റം ഗെയിൻ ആയിരിക്കും. ഓക്കെ, അത് അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞു, ഇവിടെ നോക്ക്, ഹയർ ടൈപ്പ് സിസ്റ്റം ആയപ്പം അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്താകാൻ തുടങ്ങി? സീറോ ആകാൻ തുടങ്ങി. ദർഫോർ നമുക്ക് പറയാം ഈ എസ് എസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്തായിരിക്കും? സോറി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്തായിരിക്കും? ടൈപ്പ് ഓഫ് ദ സിസ്റ്റം ആയിരിക്കും. അന്നേരം ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കുക. ഹയർ ടൈപ്പ് സിസ്റ്റം ആണെങ്കിൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. അതുപോലെ ഹയർ സിസ്റ്റം ഗെയിൻ ഉള്ള സിസ്റ്റം ആണെങ്കിൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ കുറവായിരിക്കും. ഓക്കെ, ടൈപ്പ് കൂടുന്തോറും അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാല് ഒരു സിസ്റ്റത്തിന്റെ ഒറിജിനില് നമ്പർ ഓഫ് പോൾസ് കൂടുന്തോറും അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ കുറയും, അല്ലെങ്കിൽ അതിന്റെ ആക്യുറസി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ കുറെ പോൾസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന്റെ ഒറിജിനൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എക്സാമ്പിൾ എടുത്താല് രണ്ട് പോൾസിന് ഞാൻ ഒറിജിനൽ ആഡ് ചെയ്താല് അതെന്തായിട്ട് മാറും? 1/s² ടൈം ആയിട്ട് മാറും. അതിന്റെ കറസ്പോണ്ടിങ് ടൈം ഡൊമൈൻ എന്തായിട്ട് മാറും? ടി ആയിട്ട് മാറും. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അൺബൗണ്ടഡ് സിഗ്നൽ ആണ്. ദർഫോർ ഒന്നിൽ കൂടുതൽ പോൾസിനെ ഒറിജിനൽ ആഡ് ചെയ്യും തോറും സിസ്റ്റം സ്റ്റെബിലിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഒരു സിസ്റ്റം സ്റ്റേബിൾ ആകണമെങ്കിൽ പോൾസ് എവിടെ ആയിരിക്കണം? ലെഫ്റ്റ് ഹാൻഡ് എക്സ്പ്ലെയിൻ ആയിരിക്കണം. ഒരു സിസ്റ്റം സ്റ്റേബിൾ ആകണമെങ്കിൽ
സോറി, ഒരു സിസ്റ്റം സ്റ്റേബിൾ ആകണമെങ്കിൽ അതിന്റെ പോൾസ് അവിടെ ആയിരിക്കണം, LHS പ്ലെയിനിലായിരിക്കണം. കാരണം എന്താണ്, LHS പ്ലെയിനിലെ ഏതൊരു എസ് പോയിന്റിന്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താലും നമുക്ക് കിട്ടുന്ന ഏത് ഫോമിലായിരിക്കും, e⁻ ഫോമിലായിരിക്കും. e⁻ ഫോം എന്ന് പറഞ്ഞാൽ ടൈം ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ആ പർട്ടിക്കുലർ ടൈം ടെൻസ് ടു എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അല്ലെങ്കിൽ ആ സിഗ്നൽ എന്തായിരിക്കും, ബൗണ്ടഡ് സിഗ്നൽ ആയിരിക്കും. ടൈം കൂടുന്നതനുസരിച്ച് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി റൈറ്റ് സൈഡിൽ വന്നാൽ അത് ഏത് ഫോമിലായിരിക്കും, e⁻+80 ഫോമിലായിരിക്കും. അത് എക്സ്പോണൻഷ്യലി എന്തായിരിക്കും, ഇൻക്രീസിങ് സിഗ്നൽ ആയിരിക്കും, അല്ലെങ്കിൽ അൺബൗണ്ടഡ് സിഗ്നൽ ആയിരിക്കും. സിസ്റ്റം എന്തായിട്ട് മാറും, അൺസ്റ്റേബിൾ ആയിട്ട് മാറും. അതുപോലെ ഒറിജിനില് റിപ്പീറ്റഡ് പോൾസ് വന്നാലും സിസ്റ്റം എന്തായിട്ട് മാറും, അൺസ്റ്റേബിൾ ആയിട്ട് മാറും. എക്സാമ്പിൾ, 2 പോൾസ് വന്നാൽ അതൊരു ടൈം ഡൊമെയിൻ റെപ്രസെന്റേഷൻ എന്തായിട്ട് മാറും, ടി ആയിട്ട് മാറും. ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റാം സിഗ്നൽ ആണ്, വിച്ച് ഈസ് അൺബൗണ്ടഡ് ആണ്. ദെയർഫോർ ടൈപ്പ് കൂടുന്തോറും സിസ്റ്റത്തിന്റെ ആക്യുറസി ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഡിക്രീസ് ചെയ്യും. പക്ഷേ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ടൈപ്പ് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറെ ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും പോയിന്റ് ഓർത്തിരിക്കുക. സ്റ്റഡി സ്റ്റേറ്റ് എററിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും പോയിന്റ്സ് ആണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ റാമ്പ് ഇൻപുട്ട് അപ്ലൈഡ് ടു ആൻ യൂണിറ്റ് ഫീഡ്ബാക്ക് സിസ്റ്റം. എപ്പോഴും അറിഞ്ഞിരിക്കുക, സ്റ്റഡി സ്റ്റേറ്റ് എററിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ക്വസ്റ്റ്യനെയർക്ക് ഒരു എന്താണ് ഇതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ടെങ്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻ എന്ത് കാണും, യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് കാണും. ഒരിക്കലും ഒരു നോൺ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റത്തിന് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, സ്റ്റഡി സ്റ്റേറ്റ് എറർ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അന്നേരം ഇവർ പറഞ്ഞിട്ടുണ്ട് ഒരു റാമ്പ് ഇൻപുട്ട് ആണ് ഒരു സിസ്റ്റത്തിൽ കൊടുക്കുന്നത്, റാമ്പ് ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. ആ റാമ്പ് ഇൻപുട്ട് കൊടുത്തപ്പം എനിക്ക് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ത് കിട്ടി, സ്റ്റഡി സ്റ്റേറ്റ് എറർ ഈക്വൽ ടു 5% കിട്ടി, അല്ലെങ്കിൽ എന്ത് കിട്ടി, 0.05 കിട്ടി. അവര് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ദ ടൈപ്പ് നമ്പർ ആൻഡ് സീറോ ഫ്രീക്വൻസി ഗെയിൻ. സീറോ ഫ്രീക്വൻസി ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, g(s) ഈക്വൽ ടു, ബേസിക് ഇക്വേഷൻ ഞാൻ പറഞ്ഞു, k ഇൻറ്റു STA+1 into S into TA2+1 plus etc. into etc. divided by എന്താണ്, S raised to N into STB+1 into etc. ആണ്. ഓക്കെ, ഇവിടെ എസിന് 0 കൊടുത്താൽ എസ് റേസ് ടു എൻ ടേംസ് ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ ഓഫ് കെ കിട്ടും. ദെയർഫോർ സിസ്റ്റം ഗെയിന് പറയുന്ന വേറൊരു പേരാണെന്ത്, സീറോ ഫ്രീക്വൻസി ഗെയിൻ. അന്നേരം ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന സീറോ ഫ്രീക്വൻസി ഗെയിൻ ആക്ച്വലി എന്താണ്, സിസ്റ്റം ഗെയിൻ ക്യാപിറ്റൽ കെ ആണ്. അന്നേരം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരൊക്കെയാണ്, ക്യാപിറ്റൽ എൻ ടൈപ്പും അതുപോലെ എന്താണ് സിസ്റ്റം ഗെയിൻ ക്യാപിറ്റൽ കെ ആണ്. ഈ ടേബിൾ നോക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് പറയാം, റാമ്പ് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ, റാമ്പ് ഇൻപുട്ട് കൊടുത്താൽ ഒരു ഫൈനൈറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എറർ തരണമെങ്കിൽ അതിന്റെ ടൈപ്പ് എന്തായിരിക്കണം, 1 ആയിരിക്കണം. ദെയർഫോർ ഡയറക്ട്ലി തന്നെ നമുക്ക് പറയാം ടൈപ്പ് ഈക്വൽ ടു എന്തായിരിക്കും, റാമ്പ് ഇൻപുട്ട് കൊടുത്താൽ 1 ആയിരിക്കണം, സ്റ്റെപ്പ് കൊടുത്താൽ 0 ആയിരിക്കണം, പരാബോളിക് ഇൻപുട്ട് കൊടുത്താൽ എന്തായിരിക്കണം, ടൈപ്പ് 2 ആയിരിക്കണം. ഓക്കെ, വീണ്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഈ എസ് എസിന്റെ ഇക്വേഷൻ എന്താണ്, ഫോർ എ ടൈപ്പ് 1 സ്റ്റഡി സ്റ്റേറ്റ് എറർ വെൻ അപ്ലൈയിങ് വിത്ത് റാമ്പ് ഇൻപുട്ട് ആണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും, 1 ഡിവൈഡഡ് ബൈ സ്റ്റഡി സ്റ്റേറ്റ് എറർ ആയിരിക്കും. ദെയർഫോർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്, സ്റ്റഡി സ്റ്റേറ്റ് എറർ 1 ഡിവൈഡഡ് ബൈ കെ ആണ്. 0.05 എന്ന് പറയുന്നത് എന്താണ്, റെസിപ്രോക്കൽ ഓഫ് ദ സിസ്റ്റം ഗെയിൻ ആണ്. ദെയർഫോർ കെ ഈക്വൽ എന്തായിട്ട് മാറും, 1 ഡിവൈഡഡ് ബൈ 0.05 ആയിട്ട് മാറും, ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 20 ആയിട്ട് മാറും. ദെയർഫോർ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ടൈപ്പ് 1 സിസ്റ്റം ആയിരിക്കും, അതിന്റെ സീറോ ഫ്രീക്വൻസി ഗെയിൻ അല്ലെങ്കിൽ സിസ്റ്റം ഗെയിൻ എന്തായിരിക്കും, 20 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a unit ramp input is applied to the system shown in the figure. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, തന്നിരിക്കുന്നത് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആണ്. ദെയർഫോർ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം, അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫൈൻഡ് ചെയ്യാം. ഇവിടെ യൂണിറ്റി ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും, യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ ഇവിടെ ഡയറക്ട്ലി തന്നിരിക്കുന്നത് എന്താണ്, യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആണ്. അതിന്റെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എന്താണെന്ന് 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു S+1 ആണെന്ന് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താണ്, സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇൻ ഇറ്റ്സ് ഔട്ട്പുട്ട്. കണ്ടുപിടിക്കേണ്ട എന്താണ്, സ്റ്റഡി സ്റ്റേറ്റ് എറർ ആണ്. ഇവിടെ നോക്ക്, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഏത് ടൈപ്പാണ്,
ടൈപ്പ് 1 ആണ്. ഇൻപുട്ട് എന്താണ്? യൂണിറ്റ് റാമ്പ് ആണ്. ദർഫോർ സ്റ്റഡി സ്റ്റേറ്റ് എററിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? 1/1 + k ആയിരിക്കും. യൂണിറ്റ് റാമ്പ് ആണെങ്കിൽ 1/k ആയിരിക്കും. നോർമൽ റാമ്പ് ആണെങ്കിൽ എന്തായിരിക്കും? a/k ആയിരിക്കും. നമ്മൾ പറഞ്ഞ ഓരോ ഇക്വേഷനിലും നമ്മൾ പറഞ്ഞായിരുന്നു യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞായിരുന്നു. യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എററിന്റെ ഇക്വേഷൻ എന്താണ്? 1/1 + k ആണ്. തിരിച്ച് ജസ്റ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? a/1 + k ആയിരിക്കും. അതുപോലെ യൂണിറ്റ് റാമ്പ് ആണെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? a/k ആയിരിക്കും. അതുപോലെ a/k × v ആയിരിക്കും. സോറി, a/k v ആയിരിക്കും. അതുപോലെ എന്താണ്? ടൈപ്പ് 2 സിസ്റ്റം ആണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? അല്ലെങ്കിൽ പരാബോളിക് ഇൻപുട്ട് ആണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? a/ആക്സലറേഷൻ എറർ കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ എല്ലാ കേസിലും നമ്മൾ എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞായിരുന്നു. യൂണിറ്റ് പരാബോള, യൂണിറ്റ് റാമ്പ് സിഗ്നൽ, അതുപോലെ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് എല്ലായിടത്തും ന്യൂമറേറ്ററിൽ എന്ത് വന്നത്? 1 വന്നത്. അല്ലെങ്കിൽ എന്ത് വരും? അതിന്റെ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ് വരും. ഇവിടെ യൂണിറ്റ് റാമ്പാണ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം യൂണിറ്റ് റാമ്പ് സിഗ്നൽ കൊടുത്താൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എററിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? 1/ എന്താണ്? സിസ്റ്റം ഗെയിൻ ആയിരിക്കും. സിസ്റ്റം ഗെയിൻ നമുക്ക് കണ്ടുപിടിക്കാം. 1/ സിസ്റ്റം ഗെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ 1/ വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി എറർ കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് ഈക്വൽ ടു ലിമിറ്റ് s → 0 s × g(s) ആയിരിക്കും. വിച്ച് ഇസ് ഈക്വൽ എന്തായിട്ട് മാറും? ലിമിറ്റ് s → 0 s × g(s) ഈക്വൽ ടു എന്താണ്? 2/s × s+1 ആണ്. എസും എസും ക്യാൻസൽ ചെയ്ത് പോകും. ദർഫോർ ഇക്വേഷൻ എന്തായിട്ട് മാറും? 2/0 + 1 ഈക്വൽ ടു എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. നമുക്ക് വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് കിട്ടി. ദർഫോർ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഈക്വൽ ടു എന്തായിരിക്കും? സ്റ്റഡി സ്റ്റേറ്റ് എറർ ഈക്വൽ ടു 1/2 ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും? 0.5 അല്ലെങ്കിൽ 50% ആയിരിക്കും. എന്ന് പറഞ്ഞാല് ഈ പർട്ടിക്കുലർ സിസ്റ്റത്തില് ഞാനൊരു യൂണിറ്റ് റാമ്പ് കൊടുത്താല് അതിന്റെ ഔട്ട്പുട്ടില് 50% എന്തായിരിക്കും? എറർ ആയിരിക്കും. ടൈം ടെൻസ് ടു ഇൻഫിനിറ്റി ആകും തോറും അതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ 50% എന്ത് കാണും? ഇൻആക്യുറസി കാണും. അന്നേരം ഓപ്ഷൻ ഇ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ബ്ലോക്ക് ഡയഗ്രം തന്നിട്ടുണ്ട്. ദ ബ്ലോക്ക് ഡയഗ്രം ഷോൺ ഇൻ ദ ഫിഗർ ഗിവ്സ് എ യൂണിറ്റ് ഫീഡ്ബാക്ക് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇൻ ദ റെസ്പോൺസ് ഓഫ് ദ എബോ സിസ്റ്റം ടു എ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. നമുക്കറിയാം യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആണ് ഒരു സിസ്റ്റത്തിൽ കൊടുക്കുന്നതെങ്കിൽ ആ സിസ്റ്റം ടൈപ്പ് 0 സിസ്റ്റം ആണെങ്കിൽ മാത്രം അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? 1/1 + പൊസിഷൻ എറർ കോൺസ്റ്റന്റ് ആയിരിക്കും. പൊസിഷൻ എറർ കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ലിമിറ്റ് s → 0 g(s) ആയിരിക്കും. മൾട്ടിപ്ലൈങ് വിത്ത് എസും ഇല്ല, സ്കോറും ഇല്ല. പൊസിഷൻ എറർ കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്താണ്? ലിമിറ്റ് s → 0 g(s) ആയിരിക്കും. ഇവിടെ g(s) എന്ന് പറഞ്ഞാൽ എന്താണ്? കാസ്കേഡഡ് കണക്ഷൻ ഓഫ് ഈ 2 ആംപ്ലിഫയർ ആണ്. അല്ലെങ്കിൽ ഈ രണ്ട് ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആണെന്ത്? ടോട്ടൽ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. Therefore, g(s) ഈക്വൽ ടു എന്തായിട്ട് മാറും? ലിമിറ്റ് s → 0 g(s) ഈക്വൽ ടു 3/s + 15 3/s + 15 × 15/s+1 ആയിട്ട് മാറും. ആക്ച്വലി 3/s + 15 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോം അല്ല. അതിനെ സ്റ്റാൻഡേർഡ് ഫോം ആക്കിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? 3/15 × s/15 + 1 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, എഴുതിയാലും സെയിം ആൻസർ ആയിരിക്കും. ഇവിടെ s → 0 ആകുമ്പോൾ ഫൈനൽ ആൻസർ ഈക്വൽ എന്തായിട്ട് മാറും? 3/0 + 15 ഈക്വൽ ടു 3/15 ആയിട്ട് മാറും. മൾട്ടിപ്ലൈഡ് വിത്ത് 15/0 + 1 എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ദർഫോർ 15 ക്യാൻസൽ ചെയ്ത് പോകും. kp ഈക്വൽ ടു എന്ത് കിട്ടും? 3 കിട്ടും. ദർഫോർ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഈക്വൽ എന്തായിരിക്കും? 1/1 + kp ആയിരിക്കും. ഈക്വൽ ടു 1/4 ആയിരിക്കും. 0.25 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഈക്വൽ ടു എന്തായിരിക്കും? 25% ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അന്നേരം ഇത്രയാണ് സ്റ്റഡി സ്റ്റേറ്റ് എററിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്.
എന്നാൽ ഇതുപോലെ എല്ലാ പോർഷൻസിന്റെയും എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിയററ്റിക്കൽ ക്ലാസ്സും അതോടൊപ്പം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഡിഫറെന്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ. അന്നേരം PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിനെ ബേസ് ചെയ്തിട്ട് ഒരു എന്താണ് ക്ലാസ് ഏണസ്റ്റ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന ലിങ്കിൽ ഫോം ഫില്ല് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.